بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تطرى على خيل البنين من مضر من بين رسل الله واسيط الدرر بحر العطايا المصطفى العالي القدر أهل الشفاعة خير من جاء بالزبر ركن الهدى وبل الندى وهو البدر بتمامه ولنوره استحيا القمر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. ബഹുമാനമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ അതിന്റെ ആദ്യ ഭാഗമാണ് ഇന്നലെ നാം ഓതിവെച്ചത്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച് അവന് എല്ലാവിധ കഴിവുകളും അള്ളാഹു നൽകി സ്വീകരിക്കാനുള്ള മാർഗവും അള്ളാഹു വരച്ച് കാണിച്ചു കൊടുത്ത് എല്ലാം മനുഷ്യന് അല്ലാഹു തആല നൽകിയത് മനുഷ്യനെ പരിശോധിക്കാനും പരീക്ഷിക്കാനുമാണ്. പരീക്ഷണത്തിൽ ജയിക്കുന്ന ആളുകൾക്ക് പാരത്രിക ലോകത്ത് നൽകപ്പെടാനിരിക്കുന്ന സുഖസമ്പൂർണമായ അവസ്ഥകളാണ് ഇന്ന് നാം ഓതിവെച്ച ആയത്തിന്റെ തുടക്കത്തിൽ തുടങ്ങിയിട്ടുള്ളത്. രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹു തആല പറഞ്ഞു, ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. സ്വീകരിക്കേണ്ട വഴി വിശദീകരിച്ച് തുറന്ന് മനസ്സിലാക്കി കൊടുത്താലും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഷാക്കിരീങ്ങളാണ്, നന്ദിയുള്ളവർ. അറിഞ്ഞാലും അതിനെ അവഗണിച്ച് തള്ളുന്ന ഒരു വിഭാഗം ലോകത്തുണ്ട്.
അവരാണ് കൂടുതൽ. അതുകൊണ്ടാണ് അവർക്കുള്ള ശിക്ഷയാണ് ആദ്യം പറഞ്ഞത്. ഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലം വസഈറ. ബഹുഭൂരിപക്ഷം ആളുകൾ അവരാണ്. ശിക്ഷയെപ്പറ്റി സൂറത്തുൽ ഇൻസാനിൽ ഒറ്റ ആയത്തേ ഉള്ളൂ, അത് മതി, അത് തന്നെ ധാരാളമാണ്. പിന്നെ മുഴുവനും അവസാനം വരെ പറയുന്നത് കുറെ ആയത്തുകളിലായിട്ട് സ്വർഗീയ ജീവിതത്തെ സംബന്ധിച്ചാണ്. അപ്പൊ ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ഉപയോഗപ്പെടുത്തണം. അവിടെ ഒരു ചെറിയ ഭാഗം കൂടി വായിക്കാൻ ഇന്നലെ ബാക്കി വെച്ചതുണ്ട്. അത് വായിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതിയ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കും. അല്ലാഹു തആല മനുഷ്യന് എല്ലാ കഴിവും സംവിധാനങ്ങളൊക്കെ നൽകിയത് സുഖിപ്പിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞെടുത്ത് തന്നെ അബൂ ഉസ്മാനുൽ മഗ്റബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലാഹു തആല നുത്ഫത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോ അംഷാജിൻ പലതും കൂടിക്കലർന്ന നുത്ഫത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 9 വിഷയങ്ങളാണ്. അതിൽ സലാസുൻ ഫത്താനാത്ത് 3 മനുഷ്യന് പരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല നൽകിയ 3 സംഗതികളാണ്. മനുഷ്യന്റെ കേൾവി, അവന്റെ ദൃഷ്ടി, അവന്റെ നാവ്, 3. വസലാസുൻ കാഫിറാത്ത് 3 നിഷേധത്തിലേക്ക് അവനെ വലിച്ചേക്കുന്ന 3 കാര്യങ്ങളാണ്. 1 നഫ്സുഹു അവന്റെ ശരീരം, മറ്റൊന്ന് ഹവാഹു അവന്റെ സ്വേച്ഛത, 3-മത്തത് അദുവുഹു ശൈത്വാൻ അവന്റെ പിശാചാകുന്ന ശത്രു. ഓരോരുത്തരിലും ഉണ്ടല്ലോ ഓരോന്ന്. അത് 3 നന്ദികേടിലേക്ക് മനുഷ്യനെ നയിക്കുന്ന 3 3 മുഅ്മിനാത്തുൻ വിശ്വാസത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ 3 കാര്യങ്ങൾ ഓരോ മനുഷ്യരിലും അല്ലാഹു നൽകിയിട്ടുണ്ട്. അഖ്ലുഹു മനുഷ്യന്റെ ബുദ്ധി, വറൂഹുഹു മനുഷ്യന്റെ ആത്മാവ്, വഖൽബുഹു മനുഷ്യന്റെ മനസ്സ്. ഇവിടെ അല്ലാഹു തആല ഒരു അടിമക്ക് അവനെ ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്, നല്ല സഹായം നൽകിയിട്ട് ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന്റെ ബുദ്ധി, അവന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് യഥാർത്ഥ റൂട്ടിലേക്ക് അവന്റെ ബുദ്ധി മനുഷ്യനെ നയിച്ചു കൊണ്ടുപോകും. പിന്നെ അവന് തെറ്റേണ്ടി വരില്ല. അതേ സമയത്ത് ആ മനുഷ്യന്റെ ശരീരവും അവന്റെ ഹവയുമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ പരാജിതനായി അവന് ആഖിറത്തിലെ ശിക്ഷയിലേക്ക് പോകേണ്ടി വരും. പരീക്ഷണങ്ങൾ ഓരോന്നും വരുമ്പോൾ വിജയിക്കുന്ന ആളുകളെ എബുലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് ഖുർആനിൽ 1-2 സ്ഥലങ്ങളിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞത് ഏറ്റവും നല്ല അമല് ചെയ്ത് വിജയിക്കുന്നവരാകണം. ആ ഒരു പരീക്ഷണത്തിന്, പരിശോധനത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചതും നമുക്ക് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നത്. നല്ല പ്രവർത്തകൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾ ഏറ്റവും നല്ല പ്രവർത്തകൻ എന്ന് പറയണമെങ്കിൽ 1 അസ്സുഹുദു ഫീഹാ, ദുനിയാവിൽ ത്യാഗം അനുഭവിച്ച് ജീവിക്കണം. ദുനിയാവിലെ ത്യാഗം എല്ലാ കാലത്തും കഴിയുമോ? കഴിയും. പറ്റാത്തതിൽ നിന്ന് ാനുള്ള കഴിവ് നേടലാണ് സുഹുദ് എന്ന് പറയുന്നത്. ഉള്ള സമ്പത്ത് മുഴുവനും വലിച്ചെറിയ എന്നതല്ല സുഹുദ്.
വസ്ഹദ് വദാ ഫഖ്ദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖ്ദുൻ ലഹു തഖു അഖലാ. നീ ത്യാഗം ചെയ്ത് ജീവിക്കണം. ത്യാഗം എന്ന് പറയുന്നത് നിന്റെ മനസ്സിന്, നിന്റെ കൽബിന് സമ്പത്തിനോടുള്ള അഭേദ്യമായ അലച്ചയെ ഉപേക്ഷിക്കലാണ്. അലച്ചയുണ്ടായിക്കഴിഞ്ഞാൽ കിട്ടുന്ന മാർഗം ശരിയാണോ എന്ന് നോക്കാൻ തോന്നൂല. ലാ ഫഖ്ദുൽ ലഹു, സമ്പത്ത് വേണ്ടാന്ന് വെക്കലല്ല, സമ്പത്ത് വേണം, പല കാര്യങ്ങൾക്കും അത് ആവശ്യമാണ്. അത് ഒരു വസീലയായി, ഉപകാര വസ്തുവായി, മധ്യവർത്തിയായി അള്ളാഹു നൽകിയതാണ്. പലതിനും അത് വസീലയാണ്. പക്ഷേ എല്ലാ സമയത്തും അതിനോട് വലിയ ആത്മബന്ധമുണ്ടായാൽ ചെറിയൊരു നഷ്ടം സംഭവിക്കുമ്പോഴേക്ക് അവൻ്റെ മനോനില തെറ്റിപ്പോകും. പിന്നെ അവൻ്റെ ശരിയായ വഴിയിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തിയതും അള്ളാഹുവാണ്, തരുന്നവനും അള്ളാഹുവാണ്, കൊണ്ടുപോകുന്നതും അള്ളാഹുവാണ്. രണ്ടും അള്ളാഹു തആലയാണ് വിധിക്കുന്നത് എന്ന അർത്ഥത്തിൽ അതിനെ കാണാൻ കഴിയണം. അങ്ങനെ പരീക്ഷണങ്ങൾ സഹിച്ചപ്പോൾ നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പരീക്ഷണ കഥയിൽ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരീക്ഷണത്തിൻ്റെ ഒരു മാർഗം സമ്പത്തിനോടും ബന്ധിച്ചിരുന്നു. സമ്പത്ത് ഓരോന്നോരോന്നായി തീർന്നു പോകുമ്പോൾ മഹാനവറുകൾ പറയുന്നു, അല്ലാഹു തആല നൽകിയതാണ്, അതിന് മറ്റൊരു മാറ്റം അല്ലാഹു നൽകുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായുള്ള ആത്മവിശ്വാസം കൊണ്ട് മുഴുവനും അല്ലാഹു തആല തിരിച്ചു നൽകി, നേരത്തെ കൊടുത്തതിനേക്കാൾ അധികം നൽകി. അപ്പോഴാണ് ആ പരീക്ഷണത്തിൻ്റെ വിജയം ശരിയായ അർത്ഥത്തിൽ അനുഭവിക്കുന്നത്. സഹോദരങ്ങളെ, ദുനിയാവിലുള്ള സുഹൃദ് എന്ന് പറയുന്നത് മുസ്ലിമായ മനുഷ്യന് പറ്റില്ല എന്ന് ദീൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ മാറ്റി നിർത്താനുള്ള കഴിവ് ആർജിക്കലാണ്. മുസ്ലിമിന് ആ സമ്പാദ്യം പറ്റൂല എന്ന് ഏതെല്ലാം തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അതിലൊന്നിലേക്കും പ്രവേശിക്കുന്നില്ല. കാരണം അതൊരു നീണ്ട ചർച്ചയാണ്. പ്രതികൂലമായി ബാധിക്കുന്ന അത്തരത്തിലുള്ള എല്ലാം കഴിയാനുള്ള മനസ്ഥിതി, വേണ്ടാന്ന് വെക്കാനുള്ള കഴിവ് വേണം. അതിന് കഴിയാന്ന് പറഞ്ഞാൽ ചെറിയൊരു കഴിവല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ദുനിയാവിൽ രണ്ട് ആഗ്രഹങ്ങളാണ്, എത്രയായാലും നിറയാത്ത രണ്ട് ആഗ്രഹം, രണ്ട് കൊതിയന്മാർ ദുനിയാവിലുണ്ട്. മൻഹൂമാൻ ലാ യശ്ബഅൻ, രണ്ട് ആഗ്രഹം കൂടുതലുള്ള രണ്ട് ആളുകൾക്ക്, രണ്ട് വിഭാഗക്കാർക്ക് വയറ് നിറയൂല. രണ്ട് കൊതിയന്മാർക്ക് എത്രയും തികയൂല. ഒന്ന് ത്വാലിബുദ്ദുന്യാ, ദുന്യാവ് തേടുന്ന ആൾക്ക് എത്ര കൊടുത്താലും എത്ര കിട്ടിയാലും മതിയാകൂല. ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും മതി എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തൂല. വന്നോട്ടെ, അതിന് വേറൊരാവശ്യമുണ്ട്, പിന്നെയും വന്നോട്ടെ, അതിന് വേറൊരാവശ്യമുണ്ട്, ഒക്കെ വേറെ വേറെ തരത്തിലേക്ക്. അല്ല നിങ്ങൾക്കിപ്പോൾ അത് വേണോ, അല്ല അതുകൊണ്ട് വേറൊരാവശ്യമുണ്ട്. ആവശ്യങ്ങൾ അവസാനിക്കൂല. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആഗ്രഹവും തീരൂല. മറ്റൊന്ന് ത്വാലിബുൽ ഇൽമാൻ, ഇൽമ് അവൻ്റെ കൊതിയും തീരൂല. അന്വേഷണം തീരുമോ? ഇല്ല. പഠിച്ചാൽ അവസാനം ഉണ്ടോ? അതും ഇല്ല. ഏത് മേഖലയാണ് പഠിച്ച് തീർക്കാൻ കഴിയുന്നൊരു മേഖല? ഒറ്റൊന്നുമില്ല. ഏതെങ്കിലും ഒരു വിഷയം പൂർണ്ണമായി പഠിച്ച് അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്നത് ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഒരാൾ പ്രവേശിച്ച് ആ വിഷയം തുടക്കം മുതൽ അതങ്ങനെ അതിൻ്റെ മുൻപോട്ടങ്ങനെ പോയാൽ എത്ര പോയാലും മതിയാക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ തന്നെ ഒരാൾ പഠിക്കാൻ തുനിഞ്ഞ് നിലവിൽ ലഭ്യമാകുന്ന 35-ലധികമുള്ള തഫ്സീറുകൾ നിരത്തിവെച്ച് അതിന് സഹായികളെയും കൂട്ടി ഒരാൾ തുനിഞ്ഞാൽ തന്നെ
എവിടെ എത്തും പഠനം? എവിടെയെങ്കിലും എത്തിക്കാൻ കഴിയുമോ? ഇല്ല. അവസാനം കുറച്ചെങ്കിലും പഠിച്ചു എന്നൊരു ആശ്വാസം മനസ്സിന് തോന്നാൻ കഴിയുമോ? അതും കഴിയൂല. കാരണം പഠിച്ച് ഒരു വഖഫിൽ എത്തിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇൽമുദ്ദീൻ. ഇൽമുദ്ദീനിന്റെ ഏതൊരു വിഷയവും പരന്ന രീതിയിലാണുള്ളത്. സഹോദരങ്ങളെ, തഫ്സീർ മാത്രമല്ല, അതിനേക്കാളും ആ തഫ്സീറിന്റെ വിശദീകരണങ്ങളായി മറ്റുള്ള വിജ്ഞാന ശാഖകൾ ഉണ്ട്. ഭാഷാ പഠനം തന്നെ മഹാന്മാര് നടത്തിയത് വർഷങ്ങളോളമാണ്. ഭാഷാ പഠനത്തിന്റെ ഭാഗമായി ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹൃദിസ്ഥമാക്കിയത് 10,000 കവിതയാണ്. ഭാഷാ പഠനത്തിന്റെ ഭാഗമായിട്ട് ആട്ടിടയന്മാരുടെയും ഒട്ടകം മേക്കുന്നവരുടെ ആൾക്കാരെ കൂടെ പോയിട്ട് അവര് ഒരു താല്പര്യം ഒന്ന് മുറുകി കിട്ടാൻ വേണ്ടി പാടുന്ന പാട്ടൊക്കെ അങ്ങനെ ഹിഫ്ളാക്കി. ഒരു പ്രാവശ്യം പാടിയാൽ മതി, രണ്ടാമത് പാടി കൊടുക്കണ്ട, ഒറ്റ പ്രാവശ്യം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു തവണ ഇങ്ങനെ നോക്കിയാൽ മതി, അങ്ങനെ അങ്ങോട്ട് ഹിഫ്ളായി. കമ്പ്യൂട്ടറിന് ചിലപ്പോൾ കുറച്ചും കൂടി സെക്കൻഡ് പിന്നെയും വേണ്ടി വരും ഒന്ന് പകർത്തി വരാൻ. അതിന് മുമ്പ് ഇവിടെ ഹിഫ്ളായി കഴിഞ്ഞു. അങ്ങനെയല്ലേ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ മോൻ എന്തൊക്കെ പഠിച്ചു? ഖുർആൻ ഹിഫ്ളാക്കിയിരുന്നു, അൽഹംദുലില്ലാഹ്. പിന്നെ കുട്ടി എന്ത് പഠിച്ചു? ഞാൻ മുവത്ത എന്ന കിതാബ് മുഴുവനും കാണാതെ പഠിച്ചിട്ടുണ്ട്. മുവത്ത എന്ന കിതാബ് എഴുതിയ ഒരുമിച്ചു കൂട്ടിയ ഗ്രന്ഥകാരനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോടാണ് മുതഅല്ലിമായി വന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് മുവത്ത മുഴുവനും കാണാതെ പഠിച്ചിട്ടുണ്ട്. നാ മോനൊന്ന് ഓതു മുവത്ത, ഞാനൊന്ന് കേൾക്കട്ടെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എഴുതിയ മുവത്ത വരിവരിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇനി മുവത്ത എന്ന കിതാബ് ഓതാൻ നിങ്ങൾ പുറത്താരെയും അന്വേഷിക്കേണ്ട, ഈ ദർസിൽ വന്ന് ഈ ഖുറൈശി പണ്ഡിതന്റെ പക്കൽ നിന്നും മുവത്ത ഓതിയാൽ മതി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാ മുവത്ത കിട്ടിയത്? ഒരു ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കുറച്ച് കിതാബിന്റെ കയ്യെഴുത്ത് കോപ്പികൾ കണ്ടപ്പോൾ ഒന്നിങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ ആ നോട്ടത്തിൽ അങ്ങനെ ഹിഫ്ളായതാണ്. ഒരാവർത്തി ഒന്നിങ്ങനെ മറിച്ചപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ഹിഫ്ളായി. എത്രയാണ് അവരെ ഇൽമ്! അല്ലാഹു തആല അവർക്ക് നൽകിയ ഇൽമിന്റെ ആഴം തന്നെ അളക്കാൻ കഴിയോ സഹോദരങ്ങളെ? അത്രയും വലിയ അറിവാളന്മാരായ ആ പണ്ഡിതന്മാർ ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയം ശരിയല്ലെന്ന് പറയുന്ന ആള് എത്ര പടുജാഹിലാണ്! ലക്ഷക്കണക്കിന് ഹദീസാണ് അവരെ മെമ്മറിയിലുള്ളത്, ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടും അല്ല. ഖുർആനിന്റെ തഫ്സീറുകൾ ഓരോ സമയത്തും അവർ 10 മിനിറ്റ് നേരം ഒന്നിരുന്ന് ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് റെഡിയാക്കി മനസ്സിൽ നിന്നിങ്ങനെ കറക്കി റെഡിയാക്കിയാൽ ഏതിനും തെളിവാണ്. ഒരു തെളിവ് ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ മനസ്സിലൂടെ ഇങ്ങനെ ഖത്മു തീർക്കുന്നത് 10, 100, 200 പ്രാവശ്യമാണ്. ഒരാൾ വന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന തെളിവാകുന്ന ഇജ്മാഅ്, സ്വഹാബത്ത്, അവർക്ക് ശേഷമുള്ള താബിഉകൾ, തബഉ താബിഉകളുടെ ഏകാഭിപ്രായം ഇസ്ലാമിന് തെളിവാണ്, അവരാ പറയുന്നതും ചെയ്യുന്നതും എക്കാലത്തേക്കുമുള്ള തെളിവാണ്, അത് അംഗീകരിക്കണമെന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ എന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞു, ആലോചിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അടുത്ത വരവ് വരുമ്പോ ഇല്ല എങ്കിൽ ഇല്ല എന്ന് തുറന്നു പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ പറയുന്നു. അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഏകദേശം ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ മടങ്ങി വന്നു. തെളിവ് കിട്ടിയോന്ന് വെച്ചു. ആ തെളിവ് കിട്ടി. ഏതാ തെളിവ്? وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا.
ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ തെളിവ് കണ്ടെത്താൻ 300 പ്രാവശ്യം ഖത്മ് തീർത്തു. ഒരു തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആ ഓതിക്കൊടുക്കുന്ന തെളിവ് എല്ലാ കാലത്തേക്കും തെളിവാണ്. തിരുത്താൻ ആ ഇൽമിനെ കഴിയൂല. എന്താണ് അവരെ ഇൽമിൻ്റെ ഉറപ്പ്? അവർ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ സമാനിലെ ഏറ്റവും വലിയ പൊട്ടന്മാർ. പൊട്ടന്മാർക്ക് നേർച്ചയാക്കിയാൽ അവർക്ക് കൊടുത്താൽ മതി. അങ്ങനല്ല, അജ്ഹലുന്നാസിന് നേർച്ചയാക്കിയാൽ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണം. ഫത്തുൽ മീൻ പറയണ്ടല്ലോ, അവർക്ക് കൊടുത്താൽ മതി. അല്ലാതെ ആർക്കാ സഹോദരങ്ങളെ കൊടുക്കുക? ചെറിയ ഒരു സാധാരണ ഒരു തൊഴിലാളി അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നിഷേധിക്കും. ഇതൊക്കെ സങ്കടകരമാണ്. ദുനിയാവിൽ ഒരാൾക്ക് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ അധപ്പതനം എന്ന് പറഞ്ഞാൽ അയാളെ ഖൽബിൽ വിദേഹത്ത് കടന്നുകൂടുക എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്ര വലിയ അധപ്പതനം വേറൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിൽ ഒരു മനുഷ്യന് കൊതി തീരാത്ത 2 കാര്യങ്ങളിൽ ഒന്നാണ് മാലിനോടുള്ള ഹിർസ്. അതിൻ്റെ ആഗ്രഹം തീരൂല. പക്ഷെ ആഗ്രഹം തീരൂല എന്ന് കരുതിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഖൽബിനെ കൊണ്ടുപോകരുത്. അപ്പം പിന്നെ അവിഹിതമായ മാർഗങ്ങളും സ്വീകരിക്കാൻ മനസ്സ് പ്രേരിപ്പിക്കും. അവിഹിത മാർഗങ്ങളിൽ നിന്നും ഒന്നും സമ്പാദിക്കേണ്ട, സ്വീകരിക്കേണ്ട. അതിനാണ് സുഹുദ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഒന്നാമതായി അസ്സുഹുദു ഫിഹാ വഅദമുൽ ഇഗ്തിറാരി ബിഹാ. ദുനിയാവ് കൊണ്ടുള്ള വഞ്ചനയിൽ പെടരുത്. ദുനിയാവിന് ഒരു വഞ്ചനാമുഖം അല്ലാഹു നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തഖ്വ പറഞ്ഞപ്പോ ഇത്തഖുല്ലാഹ എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഇത്തഖുദ്ദുന്യാ, നിങ്ങൾ ദുനിയാവിനെയും സൂക്ഷിക്കണം, ദുനിയാവിനെയും സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഉപദേശിച്ചത്. ദുനിയാവ് അങ്ങനെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണോ? ആണ്. ദുനിയാവിനോടുള്ള താല്പര്യം മൂത്തിട്ട് എത്രയോ ആളുകളുടെ ദീന് പോയിട്ടുണ്ട്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ തന്നെ പലർക്കും അങ്ങനെ നിഫാഖ് ബാധിച്ചിട്ടുണ്ട്. പലരും ആ വേലിയേറ്റത്തിൻ്റെ പിറകെ പോയിട്ട് നിസ്കാരവും ജുമുഅയും ജമാഅത്തും ഇൽമുമൊക്കെ വലിച്ചെറിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിന് അങ്ങനൊരു മുഖമുണ്ട്. അതിൻ്റെ ചതിയിൽ പെട്ടുപോകാതിരിക്കലാണ്. വൽ ഖനാഅതു ബിൽ യസീരി മിൻഹാ, ദുനിയാവിൽ നിന്ന് ലഭ്യമാകുന്ന കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കലാണ്. വസ്വർഫുഹാ അലാ മാ യംബഗി, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദുനിയാവ് ആവശ്യമുള്ളതിലേക്കൊക്കെ തിരിക്കലാണ്, ചെലവഴിക്കലാണ്. വത്തഅമ്മുലു ഫീ ശഅനിഹാ, ദുനിയാവിൻ്റെ അവസ്ഥയെപ്പറ്റി നല്ലോണം ആലോചിക്കണം, ചിന്തിക്കണം. വജഅലുഹാ ദരീഅതൻ ഇലാ മഅരിഫത്തി ഖാലിഖിഹാ, യജമാനനായ റബ്ബിനെ മനസ്സിലാക്കുന്നതിലേക്ക് ദുനിയാവ് ഒരു മാധ്യമമാക്കി മാറ്റണം. അല്ലാഹു തആലാന്റെ ഹിക്മത്ത് നോക്ക് നിങ്ങൾ. ദുനിയാവിൽ നിഷേധികളായ ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ആയുസ് നോക്ക്, സുഖം നോക്ക് നിങ്ങൾ. പടച്ച റബ്ബിൻ്റെ ഹിക്മത്ത് എത്ര വലുതാണെന്നറിയാം. അവർക്ക് കൊടുക്കുന്ന സുഖവും സന്തോഷവും കാര്യങ്ങളൊക്കെ നോക്ക് നിങ്ങൾ. അവരെ സമ്മതിച്ചുകൊണ്ടാ? അവരെ അംഗീകരിച്ച് പൊരുത്തപ്പെട്ടിട്ടാ? ഒരിറ്റ് വിശ്വസിക്കാത്ത ആൾക്കാരെ പൊരുത്തപ്പെട്ടിട്ടോ? അല്ലാഹു തആല വലിയ ഹക്കീമല്ലേ, വലിയ ഹിക്മത്തുള്ളവനല്ലേ. നിനക്ക് തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയോ? അറിയില്ല. എനിക്ക് തന്നു എന്നേ പറയുള്ളൂ, ബലാന്നേ ഉത്തരം പറയുള്ളൂ. അവലം നുഅമ്മിരുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. അല്ല, ഉണർന്ന് ചിന്തിച്ച് എന്നെ വിശ്വസിച്ച ആൾക്കാർ വിശ്വസിച്ച അത്രയും ആയുസ് നിനക്ക് തന്നില്ലേ? സമ്പത്ത് തന്നില്ലേ? സൗകര്യം തന്നില്ലേ? ഭരണം തന്നില്ലേ? രാഷ്ട്രം തന്നില്ലേ? എന്തെല്ലാം തന്നു. എന്നിട്ട് നീ എന്തേ വിശ്വസിക്കാതിരുന്നത്? എന്താപ്പാ മനുഷ്യൻ പറയുന്നത്? ഇതൊക്കെ തന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നല്ല, ബലാ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ദുനിയാവിൻ്റെ ആ സുഖത്തിൽ ഇങ്ങോട്ട് ഏർപ്പെട്ടിട്ട് ഞങ്ങളതൊക്കെ തള്ളി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ആശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലാഹു തആല ഇറക്കിയിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. അതൊക്കെ ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ചില കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെങ്ങനെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒതുക്കി നിർത്തുകയാണ്. മക്കയിലുള്ള ആൾക്കാരും അങ്ങനെയല്ലേ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദീനീ ദഅവത്ത് നടത്തിയിട്ട് ജനങ്ങളെങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗങ്ങളിലേക്കുള്ള തെളിവുകളൊക്കെ നിരത്തി അവർക്ക് മനസ്സിലാക്കി കൊടുത്ത ആളുകളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന മറുപക്ഷം പറഞ്ഞത് അത് ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വേണ്ടേ, ആ ഒരു പണിയാണ്. അല്ലാഹു തആല അങ്ങനെയൊന്നും കൽപ്പിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഖുർആൻ തന്നെ അല്ലാഹു തആല അങ്ങനെ ഇറക്കിയിട്ടില്ല. അതല്ലേ അവർ പറഞ്ഞിരുന്നത്, മാ നസ്സലല്ലാഹു മിൻ ഷൈ, അങ്ങനെയൊന്നും അല്ലാഹു ഇറക്കിയിട്ടില്ല. അത് സ്വന്തം അണികളോട് പറഞ്ഞിരുന്നു നിഷേധികളായ ആളുകൾ, അല്ലാഹു അങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല. ഇവർ ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറയാണ്. ദുനിയാവ് അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള മാധ്യമമാക്കണം. പടച്ച റബ്ബ് വലിയ ഹക്കീമാണ്, വലിയ അലീമാണ്. ഇഷ്ടം പോലെ അവസരങ്ങൾ നൽകിയിട്ട് ഒന്നിനും മനസ്സിലാകാത്തപ്പോഴാണ് അവസാനം അള്ളാഹു ശിക്ഷ കൊടുക്കുന്നത്. എത്ര അടയാളങ്ങൾ കൊടുത്തു ഫിർഔനിന്റെ മുന്നിൽ നോക്ക് നിങ്ങൾ. അവസാനം ഗത്യന്തരമില്ലാതെയായപ്പോഴാണ് അവൻ വിളിച്ചു പറയുന്നത്. തൊണ്ടക്കുഴിയിലേക്ക് വെള്ളം എത്തിയിട്ട് ശ്വാസം മുട്ടിപ്പോയപ്പോഴാണ് കരയിൽ നിൽക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത്, ആമന്തു ബി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. മൂസാ നബിയെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇതിനു മുമ്പ് എത്ര തെളിവ് കണ്ടു? എത്ര തെളിവ് കണ്ടു? 1, 2, 3, 10 എത്ര കണ്ട്? അപ്പോഴൊന്നുമില്ലാത്ത ഒരു വിശ്വാസം ഇപ്പോ എന്തിനാ ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? യഥാർത്ഥത്തിലുള്ള വിശ്വാസമാണോ പ്രഖ്യാപിക്കുന്നത്? അല്ല, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പറച്ചിൽ. അതാണ് അവിടെ നിന്നും പറയുന്നത്. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചത്, വിശ്വസിച്ചു എന്ന് വെള്ളം ഇങ്ങനെ കുടിച്ച് മേലോട്ട് ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് പറഞ്ഞപ്പോ, ആൽ ആന, ഇപ്പോഴാണോ നേരമായത്? വഖദ് അസൈത മിൻ ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ, ഇതിനു മുമ്പ് നീ എതിരാളിയായി മാത്രം വർത്തിച്ചു. എന്ത് തെളിവ് നിന്റെ മുന്നിലേക്ക് തന്നാലും നീ അത് നിഷേധിച്ചു. ചിലതിനൊക്കെ നീ മറ്റുള്ളവരോട് പറഞ്ഞു സിഹ്റാണ് എന്ന് പറഞ്ഞു, മായാജാലമാണ് എന്ന് പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു. അള്ളാഹു തന്ന തെളിവ് ഞാൻ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ നീ ആദ്യം തന്നെ പറഞ്ഞത് ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇയാള് പഠിച്ച ഒരു മായാജാലക്കാരനാണ്, മാരണപ്പണിക്കാരനാണ്, ഇയാളെ തോൽപ്പിക്കണം എന്നല്ലേ നീ പറഞ്ഞത്. വിശ്വസിച്ചോ? നീ ഇല്ലല്ലോ. എന്നിട്ട് നാശകാരികളുടെ കൂട്ടത്തിൽ നേതൃത്വം നൽകി പ്രവർത്തിച്ചില്ലേ? ഇപ്പൊ നിന്റെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ആവശ്യം എന്താണ്? നമ്മുടെ ലോകത്തും സഹോദരങ്ങളെ അങ്ങനെ വരും. സൂര്യൻ മഗ്രിബിൽ നിന്നൊന്ന് ഉദിക്കട്ടെ, കാണാൻ നമുക്ക് കുറെ ആളുകൾ ഈമാനും കൊണ്ട് ഓടി വരുന്നത്. കുറെ ആളുകൾ വരും. അവസാന സമയത്തുള്ള ഓരോ അടയാളങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഈമാനിലേക്ക് കുതിച്ചുചാട്ടം നടക്കും. ഇവിടെ പക്ഷേ സമയം കഴിഞ്ഞുപോയി. ഇനിയുള്ള ഷഹാദത്തൊന്നും അള്ളാഹു സ്വീകരിക്കൂല, ഇനിയുള്ള തൗബയും അള്ളാഹു സ്വീകരിക്കൂല. ഇനിയുള്ള സുഹൃതങ്ങളെ കൊണ്ടുള്ള അതേ കൂട്ടം കൂട്ടമായി സുഹൃതങ്ങൾ കെട്ടുകണക്കിന് ചെയ്യണമെന്ന നിശ്ചയത്തോടെ വരുന്നതും കാര്യമില്ല. ഈമാനിൽ പുരോഗതി പ്രാപിക്കാത്ത ആളുകൾക്കും കാര്യമില്ല, തീരെ ഈമാൻ സ്വീകരിക്കാത്ത ആളുകൾക്കും കാര്യമില്ല. സമയം കഴിഞ്ഞുപോയി. അങ്ങനെയുള്ളൊരവസ്ഥയും ലോകത്ത് വരാനുണ്ട്. അപ്പോഴും കുറെ ആളുകൾ വരുമോ? വരും. എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചത്? ദുനിയാവിൽ അങ്ങനെ ചില അടയാളങ്ങളും കാര്യങ്ങളും നിശ്ചയിച്ചത് ബുദ്ധി കൊണ്ട് മനുഷ്യൻ ചിന്തിക്കാനാണ്. ദുനിയാവിൻ്റെ സംവിധാനങ്ങളൊക്കെ ഈ രൂപത്തിൽ അല്ലാഹു തആല വെച്ചത് ഭൂമിയിലുള്ളത് മൊത്തം വലിയ അലങ്കാരവും വലിയ സന്തോഷവുമാക്കിയിട്ട് അല്ലാഹു തആല മാറ്റിയത് ഇന്നാ ജഅൽനാ മഅൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഭൂമിയിൽ നല്ല സൗന്ദര്യം നമ്മൾ ഒരുക്കിയത്, സംവിധാനങ്ങൾ ഒരുക്കിയത്, കണ്ടാൽ ഇനിയും ഇനിയും ജീവിക്കാൻ പോകുന്ന തരത്തിലുള്ള സുഖാസ്വാദനങ്ങൾ ഒരുക്കിയത്, ഒരുപാട് ഭംഗിയും സൗന്ദര്യവും ഭൂമിക്ക് മുകളിൽ കൊണ്ടുവന്നത് ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയാണോ? അല്ല. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഈ കാണുന്ന സൗന്ദര്യം മുഴുവനും അവസാനിക്കുന്നുണ്ട്. വഇന്നാ ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ. ഈ കാണുന്ന കെട്ടിടങ്ങളും ഈ കാണുന്ന സൗന്ദര്യമുള്ള എല്ലാ സ്ഥലങ്ങളും
ഉണങ്ങിയിട്ട് ഒന്നുമില്ലാത്ത തരിശുഭൂമിയായി മാറുന്നൊരവസ്ഥ വരാനുണ്ട്. ഉണങ്ങിയ ഒരു ഭൂമി, കെട്ടിടങ്ങളില്ല, മരങ്ങളില്ല, പച്ചപ്പില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരവസ്ഥ ഈ ഭൂമിക്ക് വരാനുണ്ട്. ഇത് ശാശ്വത ലോകമല്ല സഹോദരങ്ങളെ. ഭൂമിയിൽ അല്ലാഹു തആല വെച്ചത് മനുഷ്യൻ ചിന്തിക്കാനും പഠിക്കാനുമാണ്. ദുനിയാവിനെ അല്ലാഹു തആല ഈ രൂപത്തിൽ സംവിധാനിച്ചിരിക്കുന്നത് ഇബാദത്തിൽ വലിയ മുൻതൂക്കം നൽകി നിൽക്കുന്ന ആളുകൾക്കൊരു പക്ഷേ കഴിവും സംവിധാനവും വളരെ കുറവായിരിക്കും. നോക്ക് നിങ്ങൾ, അല്ലാഹു തആലയിലേക്ക് ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും തഖ്വ കൊണ്ടും വളരെ അടുത്ത സ്റ്റേജിലുള്ള ആൾക്കാർക്ക് അവർക്ക് ദുനിയാവിൽ ജീവിക്കാൻ വളരെ അധികം പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും സൗകര്യങ്ങളൊക്കെ കുറവ്, സംവിധാനങ്ങളൊക്കെ കുറവ്. ഒരിറ്റ് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ ആരാധിക്കാത്ത ആളുകൾക്ക് പർവ്വത സമാനമായ സൗകര്യം അള്ളാഹു നൽകിയത്. മനുഷ്യൻ ചിന്തിക്കാനാണ് അല്ലാഹു തആല അങ്ങനെ നൽകിയത്. എന്തിനാണ് അല്ലാഹു തആല ഈ രൂപത്തിൽ നൽകിയത്? ഇതൊരു പ്രതിഫലത്തിന്റെ ലോകം അല്ല എന്നറിയിക്കാനാണ്. ദാറുസ് സവാബ്, ദാറുൽ ജസാ, അത് ദുനിയാവല്ല. അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ടത് ആർക്കാ? വിശ്വാസത്തിലും കർമ്മത്തിലും ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് പോലും വിധേയപ്പെടാത്ത രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി ഇബാദത്തെടുത്ത വലിയ വലിയ മഹാന്മാർ, അവരവസ്ഥ എന്താ? മാർഗങ്ങളൊക്കെ അടഞ്ഞുപോയി കിടക്കുകയാണ്. എത്ര ബുദ്ധിമാന്മാരായ എത്ര മഹാന്മാർ, മാർഗങ്ങളില്ല, സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ല, പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതം, പ്രതിസന്ധിപൂർണമായ ജീവിതം. അതേ സമയത്ത് ജാഹിലിൻ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, വിവരമില്ലാത്ത എത്രയോ വിവരദോഷികൾക്ക് തൽക്കാഹു മർസൂഖ, വലിയ സൗകര്യവും സംവിധാനമൊക്കെ ആയിട്ട്. ഇതെല്ലാം സംവിധാനങ്ങളാണ്. ലോകത്തെ കോടിപതികളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. 500 എണ്ണം കഴിഞ്ഞിട്ടാണ് പിന്നെ ഏതൊരു മുസ്ലിം അതിലേക്ക് കടന്നു വരുന്നത് തന്നെ. കോടീശ്വരന്മാർ. അതുകൊണ്ട് അല്ലാഹു തആല അവരൊക്കെ സമ്മതിച്ച്, അവരൊക്കെ സ്നേഹിച്ച്, അവരൊക്കെ പൊരുത്തപ്പെട്ടു എന്നാണോ? അല്ല. ദുനിയാവിന്റെ കോല അങ്ങനെയാണ്, അത് മനസ്സിലാക്കണം. ദീൻ അനുവദിച്ചത് പ്രകാരം ദുനിയാവ് കൊണ്ട് സുഖിക്കണം. ദീൻ എങ്ങനെയാണോ അനുവദിച്ചത് ആ സുഖം മാത്രം, അല്ലാത്ത ഒരു സുഖവും എടുക്കരുത്. പരീക്ഷണാണ്, അല്ലാത്ത സുഖങ്ങൾക്കൊക്കെ ഇവിടെ സംവിധാനമുണ്ട്. പക്ഷേ ശറഅ് അനുവദിച്ചിട്ടില്ല, അതുകൊണ്ടത് വേണ്ട. ശറഅ് അനുവദിച്ച സുഖം മാത്രം എടുത്ത് ജീവിക്കുക. വഅദാഉ ഹുഖൂഖിഹാ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ബാധ്യതകൾ ഒരുപാട് വരും, ആ ബാധ്യതകളൊക്കെ നിർവഹിക്കണം. വശുക്റു ലഹാ, ദുനിയാവിൽ അല്ലാഹു തന്ന ജീവിതത്തിന് അല്ലാഹു തആലാക്ക് നന്ദി ചെയ്യണം. ലത്തിഖാദുഹാ വസീലത്തൻ ഇല ശഹവാതി, താൽപര്യങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് ദുനിയാവിനൊരു വസീലയാക്കി വെക്കരുത്. വല്ലഗ്റാദിൽ ഫാസിദത്തി, അനാവശ്യമായ ലക്ഷ്യങ്ങളിലേക്കും ദുനിയാവിനൊരു മാർഗമാക്കി നീ സ്വീകരിക്കരുത്. കമാ യഫ്അലുൽ കഫറതു വഅസ്ഹാബുൽ ലഹ്വാ, സത്യനിഷേധികൾ ചെയ്യും പോലെ. സത്യനിഷേധികളെ നീ നോക്ക്, നിനക്കാ സുഖം പറ്റൂലല്ലോ. എന്താണത്? അവരെ കൈവിരലതാ സ്വർണമോതിരം, സ്വർണമോതിരം കൈവിരലിൽ. എത്ര നല്ല വിലപിടിപ്പുള്ള മോതിരമാണ്, ഒന്നാണോ? അല്ല. പുരുഷന്മാർ വരെ സ്വർണവള ധരിച്ചിരിക്കുകയാണ്. സ്വർണവള വാങ്ങാൻ കിട്ടാത്തതാണോ നമുക്ക്? അല്ല. ദീന് നമുക്കത് അനുവദിച്ചിട്ടില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ആ സുഖം വേണ്ടാന്ന് വെച്ചത്. സഹോദരങ്ങളെ, പട്ടുവസ്ത്രം എല്ലാവർക്കും വാങ്ങാൻ കിട്ടൂലേ? പക്ഷേ ആ പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് അല്ലാഹു തആല അനുവദിച്ചിട്ടില്ലല്ലോ. പട്ടുവസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകൾ നോക്ക് നിങ്ങൾ, എന്ത് സന്തോഷം. അവരെ ആഘോഷങ്ങൾ വരുമ്പോൾ, ഉത്സവങ്ങൾ വരുമ്പോൾ പട്ടും ധരിച്ച് പുറത്തിറങ്ങുന്നത് കണ്ടില്ലേ? പട്ടിൻ്റെ ഒരു തുണിയും പട്ടിൻ്റെ ഒരു ഷാളും. കല്യാണ വേളകളിലൊക്കെ കണ്ടില്ലേ നല്ല മുന്തിയ പട്ടും ധരിച്ചവർ വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മുസ്ലിമിനത് പറ്റുമോ? ഇല്ല. ദീൻ അനുവദിച്ച സുഖം മാത്രമേ പറ്റുകയുള്ളൂ.
അല്ലാത്തതൊന്നും പറ്റുകയില്ല. താന്തോന്നികളായ ആളുകൾ അങ്ങനെ ഒരു പക്ഷേ സ്വീകരിച്ചു എന്ന് വരും. നമുക്കത് പാടില്ല. നമുക്ക് ദീൻ അനുവദിച്ച സുഖം മാത്രമേ പറ്റുകയുള്ളൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന സൂഖിലൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ഒരു വസ്ത്ര വ്യാപാരിയുടെ കടയുടെ അടുത്തെത്തിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, കണ്ടില്ലേ ഈ പട്ട്, കാണാൻ എന്ത് നല്ല സൗന്ദര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, അല്ലാഹു തആല നമ്മുടെ ഉമ്മത്തിലെ സ്ത്രീകൾക്കാണ് അല്ലാഹു അത് ഹലാലാക്കിയത്, പുരുഷന്മാർക്കത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്നാ വേണ്ട നബിയെ, ഞാൻ ആ വസ്ത്രത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയാലോ എന്ന് കരുതിയിട്ടാണ് അഭിപ്രായപ്പെട്ടത്, അങ്ങനെയാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അല്ലേ? താന്തോന്നികളായ ആളുകൾ, ദീന് പരിഗണിക്കാത്ത, ദീനിൻ്റെ മുഖം വെച്ച് ജീവിക്കണ പല ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഷെയ്ഖ് മശായിഖൊക്കെ ഇരിക്കുന്നുണ്ടാവും, കയ്യിലും കാലിലും നല്ല സ്വർണ്ണവള, അടിൻ്റെ കുറവാ, ഒന്നല്ല. ദീന് മനസ്സിലാക്കാൻ നല്ല അടിച്ചു പഠിപ്പിക്കണം, അതിൻ്റെ ഒറ്റ കുറവാണ്. അവിടെയും കാണാം കുറേ ജാഹിലികൾ പോയിട്ട് റുക്കുവും സുജൂദും തബറുക്കും, സുബ്ഹാന ജല്ല്. അതാ അസ്ഹാബുൽ അഹ്വാ എന്ന് പറഞ്ഞത്, താന്തോന്നികൾ, ദീനിൻ്റെ ഉള്ളിൽ തന്നെയുള്ള താന്തോന്നികൾ. അപ്പം അതെന്താന്ന് വെച്ചാൽ അത് ചോദിക്കാൻ പാടില്ല, അത് ഷെയ്ഖിനതൊക്കെ ഹലാലാണ്, മൂപ്പർക്ക് ഹലാലാണ്. നിങ്ങൾ ചോദിക്കാൻ പാടില്ല, നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ചോദിച്ചാൽ പ്രശ്നമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പട്ടുവസ്ത്രം നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിലേക്ക് പിറ്റത്തെ ദിവസം ഒരു പട്ടിൻ്റെ ഒരു ജോഡി പട്ട് തങ്ങൾക്ക് ആരോ ഹദിയായി കൊടുത്തു. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ പട്ട് പൊതിഞ്ഞിട്ടൊരു സഹാബിയോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടേ കൊടുക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോൾ, എന്താ പട്ട്, ഇതല്ലേ ഇപ്പം നമ്മളോട് ഹറാമാന്ന് പറഞ്ഞ്, പട്ടെന്താ ഇങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, നബിയെ, തങ്ങൾക്കൊന്നും പറ്റൂല, ധരിക്കാൻ പറ്റൂല, എനിക്കും ധരിക്കാൻ പറ്റൂല, അത് പിന്നെന്തിനാ ഇങ്ങോട്ട് കൊടുത്തയച്ചത്, ധരിക്കാനും ഉപയോഗിക്കാനും പറ്റാത്തത്? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി കൊടുത്തയച്ചതല്ല ഞാനത്, അത് ആവശ്യമുള്ള ധരിക്കാൻ പറ്റുന്നവർക്ക് വിറ്റാൽ വില കിട്ടൂലേ, ആ വില ഉപയോഗിക്കാലോ. സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റൂലേ, ആ ആവശ്യമുള്ള ആളുകൾക്ക് വിറ്റേക്ക്, അപ്പം അതിൻ്റെ വില കിട്ടും, ആ വില നിങ്ങൾക്ക് ഉപയോഗിക്കാലോ. അതിനാ കൊടുത്തയച്ചത്, ധരിക്കാനല്ല എന്ന് പറഞ്ഞു. തങ്ങൾക്ക് ഹറാമായത് പിന്നെ മറ്റുള്ളവർക്ക് ഹലാലാകുമോ? ഇല്ലല്ലോ. മറ്റവർക്കും അല്ലാഹു തആല അത് ഹറാമല്ലേ ആക്കി വെച്ചിരിക്കുന്നത്. എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും അത് സ്വീകരിക്കാൻ പറ്റൂല. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ വിവരം കുറഞ്ഞ ചില സഹോദരന്മാരുടെ കയ്യിൽ തന്നെ വെള്ളിയുടെ വളയും അതുപോലെ തന്നെ വെള്ളിയുടെ ഒരു ചെയിനും. അതെന്താ സംഗതി? വെള്ളിൻ്റെ മോതിരാണ് നമുക്ക് ഹലാലാക്കിയത്. എന്താ വെള്ളി വള? വള സഹോദരിമാർക്കല്ലേ, ചെയിനും അവർക്കല്ലേ. ദീന് പഠിപ്പിക്കാത്ത സുഖം, അല്ലാഹു തആല നിഷിദ്ധമാക്കിയ രീതിയിലുള്ളത് നമ്മളത് സ്വീകരിക്കാനോ പുതിയ മോഡലാക്കിയിട്ടത് എടുക്കാനോ പാടില്ല. ദീൻ എങ്ങനെയാണോ, ശരീഅത്ത് എങ്ങനെയാണോ അനുവദിച്ചത്, ആ അനുവദിച്ച സുഖം മാത്രമാണ് സുഖിക്കേണ്ടത്, അല്ലാത്തത് പാടില്ല. ഉപ്പമാര് പറയണം, നല്ല സമ്പന്നനായ വ്യക്തി പ്രവാസ ലോകത്ത് നിന്ന് 4-5 വർഷം പ്രവാസ ജീവിതം കഴിഞ്ഞ് പുതുജീവിതത്തിലേക്ക് പാദമൂന്നാൻ വേണ്ടി ലീവിന് നാട്ടിൽ വന്നതാണ്. ഇഷ്ടം പോലെ സമ്പത്ത് ബാപ്പക്ക് നേരത്തെ അയച്ചു കൊടുത്ത മോനാണ്. ഇതൊക്കെ ശരിയാണ്, നല്ല മോനാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ മോന് വന്ന് പുതുജീവിതം ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു താല്പര്യം, കല്യാണത്തിൻ്റെ അന്ന് അവൻ്റെ കൈയിൻ്റെ ഉള്ളനടിയിൽ മൈലാഞ്ചി കൊണ്ട് കുറച്ച് ചിത്രങ്ങൾ വരക്കണം, മൈലാഞ്ചി കൊണ്ട് കുറച്ച് കൊത്തുപണികൾ നടത്തണം, ചില ചിഹ്നങ്ങളും ചില പേരുകളും സ്ഥാനപ്പേരുകളും ചില മുദ്രാവാക്യങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്ന് മൈക്കിലൂടെ പറയാൻ മടിയുണ്ട്. അതൊന്ന് കൈയിൻ്റെ ഉൾഭാഗത്തൊന്ന് തേച്ച് വെക്കണം.
ഉപ്പമാര് പറയണം മക്കളോട് പാടില്ല, പറ്റില്ല മോനെ, നമുക്കത് ഹറാമാണ്. മൈലാഞ്ചി കയ്യിനും കാലിനും തേക്കുന്നത് സുന്നത്തുള്ളത് തന്നെ വിവാഹിതരായ സഹോദരിമാർക്കാണ്. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ തന്നെ അവിവാഹിതരായ പെൺകുട്ടികൾക്കത് കറാഹത്താണ്. കറാഹത്ത് ചെയ്യാനുള്ളതല്ല, ഉപേക്ഷിക്കാനുള്ളതാണ്. കറാഹത്ത് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ നിയമത്തെ താഴ്ത്തിക്കെട്ടരുത്. അത് വിവരത്തിൻ്റെ കുറവ് കൊണ്ടാണ്. കറാഹത്ത് എന്ന് പറയുന്നത് ഉപേക്ഷിക്കാനുള്ള നിയമമാണ്. കറാഹത്തല്ലേ ഉള്ളൂ, ഹറാമൊന്നും ആക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കറാഹത്ത് എന്ന നിയമത്തെ ചെറുതാക്കരുത്, നിസ്സാരപ്പെടുത്തരുത്. പണ്ഡിതന്മാരങ്ങനെ കറാഹത്ത് എന്ന് നമ്മെ പഠിപ്പിച്ചോ, നമ്മളത് സ്വീകരിക്കേണ്ടവരാണ്. അവരുടെ വാക്ക് തള്ളിയിട്ട് നമ്മുടെ സ്വന്തം അഭിപ്രായ പ്രകാരം അത് സാരമില്ലെന്ന് വെക്കരുത്. 10,000-ഉം 20,000-ഉം ചെലവഴിച്ച് പെരുന്നാൾ രാവുകളിലോ മറ്റു ആഘോഷ ദിവസങ്ങളിലോ മൈലാഞ്ചി ട്യൂബ് കൊണ്ടുവന്ന് നിറക്കുന്നതിൽ ഉപയോഗപ്പെടുത്തുന്നത് അത് സുന്നത്തുള്ള ആളുകൾ മാത്രമാകണം, ഹറാമുള്ളവർ ആകരുത്. അതുപോലെ കറാഹത്തുള്ളവരുമാകരുത്. കല്യാണം നടക്കുമ്പോൾ ആ വീട്ടിൽ വന്നിരിക്കുന്ന വിവാഹിതരായ സ്ത്രീകളൊക്കെ മൈലാഞ്ചി ഇട്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കല്യാണം പെട്ടെന്ന് നടന്നിട്ട് പുതുമാരന് പോകണം. അപ്പോഴാണ് മറ്റൊരു റൂമിൽ മുഴുത്തദ്ദത്തായ ഒരു പെണ്ണ് ഇരിക്കുന്നൊരു പെണ്ണിൻ്റെ മുന്നിലേക്ക് മൈലാഞ്ചി പാത്രവുമായി ചൊല്ലുന്നു. ഇരിക്കുന്ന പെണ്ണിനും മൈലാഞ്ചി ഇടൽ ഹറാമാൻ. ദീനിൻ്റെ നിയമം പോലെ പരിരക്ഷിക്കണം. അതുപോലെ അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. നിയമത്തിന് എതിരായി ചെയ്യുമ്പോൾ ബാപ്പമാര് മക്കളെ ഉപദേശിക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അബ്ദുൽ മലിക്കിനെ ഉപദേശിച്ചതുപോലെ ഭരണരംഗത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം സ്വീകരിച്ചപ്പോൾ ഇസ്ലാമിക ലോകത്തിൻ്റെ മൊത്തം ഭരണമാണ്. തൻ്റെ മകൻ അബ്ദുൽ മലിക്കിന് മദീനയുടെ ചെറിയൊരു ഭരണം കൊടുത്തൊരു പഞ്ചായത്ത് ഭരണം എന്ന് കൂട്ടിക്കോളൂ. ഭരണക്കസേര കിട്ടിയ മകൻ 1000 ദിർഹമിന് നല്ല വിലപിടിപ്പുള്ളൊരു മോതിരം വാങ്ങി. വെള്ളിയുടെ മോതിരമാണ്, സ്വർണ്ണമൊന്നുമല്ല. പക്ഷേ മോതിരത്തിൻ്റെ ആ കല്ലിന് ഉയർന്ന വില കൊടുക്കേണ്ടി വന്നു. പിതാവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോൾ മകനൊരു കത്തെഴുതിയിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ഭരണക്കസേരയിൽ ഇരുത്തിയത് ഖജനാവ് മുടിപ്പിക്കാനല്ല, സുഖജീവിതം നയിക്കാനല്ല. 1000 ദിർഹമിനൊരു മോതിരത്തിൻ്റെ കല്ല് നീ വാങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. ആ മോതിരം നീ വിൽക്കണം. 1000 പട്ടിണിപ്പാവങ്ങൾക്കതുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. പകരം നീ ഒരു ഇരുമ്പിൻ്റെ മോതിരം ധരിക്കണം. ചൈന നിർമ്മിതമായ ഒരു ഇരുമ്പിൻ്റെ മോതിരം വാങ്ങിക്കോ. എന്നിട്ട് നീ അത് ധരിച്ചോ മോനെ. ആ മോതിരത്തിൻ്റെ കല്ലുള്ള ഭാഗത്ത് ഒരു കുറിപ്പ് നീ എഴുതി വെക്കണം. റഹിമല്ലാഹു ഇംറഅൻ അറഫ ഖദ്റ നഫ്സിഹി. സ്വന്തം നിലവാരം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവന് അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നൊരു വാക്യം അതിൻ്റെ മേലെ നീ എഴുതി വെക്കണം. ഇടക്കിടക്ക് നിനക്കത് വായിക്കാമല്ലോ. എന്നിട്ട് ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. ഭരണം കിട്ടിയ എൻ്റെ മോനല്ല, കുറച്ചൊക്കെ അടിച്ചു പൊളിക്കട്ടെ എന്നല്ല തീരുമാനിച്ചത്. അത് പറ്റൂല. ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തേണ്ട, അവർക്ക് പലതിനും ഉപയോഗിക്കേണ്ട ആ കാശെടുത്തിട്ടൊരു മോതിരം വാങ്ങിയിട്ടുള്ള ഒരു സുഖം പോലും മഹാനവറുകൾ അംഗീകരിച്ചില്ല. വേറൊരു മോന് ആവശ്യപ്പെട്ടു മഹാനവറുകളോട്, എനിക്ക് രണ്ടാമത്തൊരു പെണ്ണിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മഹർ വാങ്ങാൻ കാശില്ല, പൊതുഖജനാവിൽ നിന്ന് കുറച്ച് കാശ് തരുമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ മകനോട് തിരിച്ച് എഴുതി കൊടുത്ത എത്തെന്താണെന്നറിയോ? ഇസ്ലാമിക ലോകത്ത് എവിടെയും ഒരു ഫക്കീറും ഒരു മിസ്കീനും ഇല്ല എന്ന് പറയുന്ന ഒരു കാലം വരുമ്പോൾ നീ വന്ന് ചോദിക്കുക, അപ്പം തരാം. ഇസ്ലാമിക ലോകത്ത് മക്കത്തും മദീനത്തും മാത്രമല്ല, ഹിജാസിൽ മൊത്തം മരിച്ചു പെറുക്കിയിട്ട് എവിടെയില്ല ഒരു ഫക്കീറും ഇല്ല, ഒരു മിസ്കീനും ഇല്ല. അങ്ങനത്തെ ഒരു കാലം വരട്ടെ. അന്ന് നിനക്ക് മഹർ വാങ്ങാനുള്ള സഹായം തരാം. മഹർ വാങ്ങാൻ ബൈത്തുൽ മാലിൽ നിന്ന് എൻ്റെ മോനാ നിർദ്ദീത്തിന് നിനക്ക് പണോ
ഇല്ല. ഇപ്പോഴത്തെ ആൾക്കാർ പഠിക്കേണ്ട വിശാലമായ പാഠങ്ങളാണത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലമാണ് ഭരിച്ചതെങ്കിലും ഒരൊറ്റ കുട്ടിയെയും ഭരണത്തിൽ നിന്നൊരു ചെറിയ നാമ്പെടുത്ത് സുഖിക്കാൻ അനുവദിച്ചിട്ടില്ല. ദുനിയാവിനെ അങ്ങനെ പാകപ്പെടുത്തി ജീവിക്കണം. അല്ലാഹു തആല ദുനിയാവിനെ തന്നത് അതിനാണ്. പാകപ്പെടുത്തി ജീവിക്കാതെ നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നത് പരീക്ഷണ ലോകമാകുന്ന നരകമാണ്. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലം വസഈറാ. നന്ദികെട്ട ആളുകൾക്ക് നാം തയ്യാറാക്കി വച്ചിരിക്കുന്നു നിഷേധികൾക്ക് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളഞ്ഞ് താന്തോന്നികളായി ജീവിക്കുന്നവർ എല്ലാം അപ്പറഞ്ഞ വാക്കിൽപ്പെട്ടു. ആ മനുഷ്യന്മാർക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത് സലാസില, ചെങ്ങലകളെയാണ്. ഏത് ചെങ്ങലാന്നറിയോ? വലിച്ചു കൊണ്ടുപോകുന്ന ചെങ്ങലകൾക്കാണ് സലാസിൽ എന്ന് പറയുന്നത്. അതിന് നീളം കുറച്ച് കൂടുതലുണ്ട്. 70 ദിറാഅൻ ഫസ്ലുക്കൂ. 70 മുഴം നീളമുള്ള ചെങ്ങല, നീണ്ട ചെങ്ങല, വലിച്ചു കൊണ്ടുപോകാനുള്ള ചെങ്ങലയാണ്. വഅഗ്ലാല, കുരുക്കഴിക്കാൻ കഴിയാത്ത കുടുക്ക് ചെങ്ങല. രണ്ടും രണ്ട് തരത്തിലുള്ള ചെങ്ങലയാണ്. ഒന്ന് നരകത്തിൽ ബന്ധിപ്പിക്കാനുള്ള ചെങ്ങലയാണ്. അതൊന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ കഴിയുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ഭാഗം എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കാൻ കഴിയുമോ? ഇല്ല. അത്രയും കുടുക്ക് ചെങ്ങലക്കാണ് അഗ്ലാൽ എന്ന് പറയുന്നത്. വസഈറാ, കത്തിക്കരിക്കുന്ന അഗ്നിയും നമ്മൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ആ അഗ്നിയിൽ അവരെ പ്രവേശിപ്പിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും പഴുത്ത് ഓരോ ഭാഗങ്ങളും പഴുത്ത് കരിഞ്ഞിങ്ങനെ വീണ്, ഓരോ ഭാഗങ്ങളും കരിഞ്ഞു വീഴുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശരീരത്തിൻ്റെ മാംസപേശികൾ ഓരോന്നും കൊഴിഞ്ഞു വീണു. കുടിക്കാൻ നരകത്തിൽ നിന്ന് കൊടുക്കുന്ന വെള്ളം കയ്യിലേക്ക് ഏന്തുമ്പോഴേക്ക് ചുണ്ടും മൂക്കും പല്ലുമൊക്കെ അതിലേക്ക് അങ്ങനെ ചൂടുകൊണ്ട് പറഞ്ഞു വീണു. കുടിക്കാൻ വേണ്ടി ദാഹത്തിൻ്റെ ഊക്കുകൊണ്ടങ്ങനെ ശ്രമിച്ചൊരു മുറുക്ക് തായോട്ടങ്ങനെ വായിലൂടെ അങ്ങനെ ഇറക്കുമ്പോൾ കുടൽമാലയടക്കം അവിടെ നിന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ പ്രവേശിക്കുന്നൊരു ഭാഗത്തിലൂടെ ദാഹം ശമിക്കൂല. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും സന്തോഷകരമായ ഒരവസ്ഥയും ലഭിക്കൂല. ഓരോ ഭാഗങ്ങളും കത്തിക്കരിഞ്ഞിങ്ങനെ തായോട്ട് വീണ് അസ്ഥികൂടമായി മാറുമ്പോൾ ആ അസ്ഥിയിലേക്ക് വീണ്ടും അല്ലാഹു തആല ബോഡി കൊടുക്കുന്നു. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, കത്തിക്കരിഞ്ഞ് വീണ ആ ശരീരത്തിലേക്ക് പകരമായി വീണ്ടും തൊലി കൊടുക്കുന്നു. നല്ല കട്ടിയും കനവും ഉള്ള തൊലി. ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ തീരുന്ന ശിക്ഷയാണോ? അല്ല. കാലാകാലവും നരകത്തിൻ്റെ ചൂട് ഡിഗ്രി കുറയാത്ത രീതിയിൽ സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്, ശിക്ഷക്ക് പുറമെ വീണ്ടും ശിക്ഷ നമ്മളിങ്ങനെ കൂട്ടിക്കൊടുക്കും. ദുനിയാവിൽ ഒരു സുഖത്തിൻ്റെ പിന്നാലെ മറ്റൊരു സുഖം, അതിൻ്റെ പിന്നാലെ വേറൊരു സുഖം, അങ്ങനെയല്ലേ ആസ്വദിച്ചിരുന്നത്? ഹറാമായ പാനീയങ്ങൾ മുഴുവനും, നിഷിദ്ധമായ ബന്ധങ്ങൾ മുഴുവനും, നിഷിദ്ധമായ മാംസങ്ങൾ മുഴുവനും കൊത്തി വലിച്ച് പെറുക്കിയെടുത്ത് തിന്നവരല്ലേ. അതിന് പകരം ഓരോന്നിനും ഓരോ തരത്തിലുള്ള ശിക്ഷയാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു കാലത്തും പുറത്ത് കിടക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹു തആല അവർക്കൊരുക്കിയിരിക്കുന്ന സഈർ, കത്തിജ്വലിക്കുന്ന നരകം. സഹോദരങ്ങളെ, ചിന്തിക്കാനും മനസ്സിലാക്കാനും തന്നെ കഴിയാവുന്നതിലപ്പുറമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ കത്തിജ്വലിക്കുന്ന നരകം അവർക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ആർക്ക്? നന്ദി കെട്ട രീതിയിൽ ദുനിയാവിൽ ജീവിതം നയിക്കുന്നവർക്ക്. അല്ലാഹു നമുക്ക് നൽകിയ ഈമാൻ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരെ കൂട്ടത്തിൽ ശാക്കിരീങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇന്നൽ അബ്റാറ
യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഇന്നൽ അബ്റാറ നിശ്ചയം മഹത്തുക്കൾ, മഹാന്മാർ, മഹത്വമുള്ളവർ, മഹത്വം ഉള്ള രീതിയിൽ ദുനിയാവിൽ ജീവിച്ചവർ സാധാരണ ആളുകളാണോ അവർ? അല്ല. മഹത്വം അവർക്ക് ഏത് രൂപത്തിലാണ്? വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അവർക്ക് മഹത്വമുണ്ട്. എല്ലാ നിലകളിലും അവർക്ക് മഹത്വമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അബ്റാർ എന്ന് പേര് വെച്ചത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെറുതെയല്ല. ലിഅന്നഹും ബർറുൽ ആബാ വൽ അബ്നാ. കണ്ടോ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവർ, സന്താനങ്ങൾക്ക് ഗുണം ചെയ്തവർ, അൽ അബ്റാർ, ഗുണം ചെയ്ത് ജീവിച്ചവർ. ആദ്യം എണ്ണിയത് ആർക്കാ? മാതാപിതാക്കൾക്ക്. അവർക്ക് ഗുണം ചെയ്യാത്ത ആളെ അൽ അബ്റാറിൽ പെടുത്തൂല. മാതാപിതാക്കൾക്കും മക്കൾക്കും ഗുണം ചെയ്ത് ജീവിച്ചവർ. പാപ്പാർക്കും ഉമ്മാർക്കും ഗുണം ചെയ്യാത്ത ആള് പിന്നെ എന്ത് നല്ല ആളാ? അവനെങ്ങനെ നല്ല ആളായി പറയാനാണ്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ കണ്ടില്ലേ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ? സ്വർഗത്തിൽ ഞാൻ മഹാനവറുകളെ കണ്ടു. എവിടെയാ നബിയെ കണ്ടത്? ജന്നത്തുൽ ഫിർദൗസിൽ കണ്ടു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ. എന്താണ് ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ ജന്നത്തുൽ ഫിർദൗസിൽ കാണാനുള്ള കാരണം? തങ്ങൾ പറഞ്ഞു, ലിഅന്നഹു കാന അബർറ ബി ഉമ്മിഹി, തൻ്റെ മാതാവിന് കൂടുതൽ ഗുണം ചെയ്ത് ജീവിച്ച മഹാനായിരുന്നു ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ബദരീങ്ങളിൽപ്പെട്ട ആളായതുകൊണ്ട് നല്ല തങ്ങൾ പറഞ്ഞു, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. വേറെയും ഒരുപാട് മഹത്വങ്ങളുണ്ട്. അവിടുന്ന് മുൻതൂക്കമായി എണ്ണിപ്പറഞ്ഞത് ആ ഗുണമാണ്. ബാപ്പക്ക് ഉമ്മക്ക് ഗുണം, ബാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യുന്ന രൂപത്തിൽ മക്കളെ വളർത്തണം. ഇന്നലത്തെയും ഇന്നത്തെയും ലേറ്റസ്റ്റ് വാർത്ത ഉമ്മാനെ കഴുത്ത് കിട്ടിയതല്ലേ? അതെ, സ്വന്തം ഉമ്മാനെ. ആ വാർത്ത ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. മക്കളെ പരിധിക്ക് ഉള്ളിൽ നിർത്തിക്കൊണ്ട് മാത്രം മക്കളെ ജീവിപ്പിക്കുക. ഏറെ സുഖം മക്കൾക്ക് കൊടുക്കാതെ ആത്മീയ അന്തരീക്ഷം കൂടുതലാക്കിയിട്ട് മക്കളെ വളർത്തുക. അങ്ങനെ വേണ്ടത്. ഏറെ സുഖം കിട്ടിയ മക്കളൊന്നും പിന്നീട് മാതാപിതാക്കളെ അനുസരിച്ച ചരിത്രമില്ല. അവർക്ക് സ്വന്തത്തിൻ്റെയും സ്വത്വത്തിൻ്റെയൊക്കെ കാലം വരുമ്പോൾ പാപ്പാനോടും ഉമ്മാനോടും വേറെ എവിടേക്കെങ്കിലൊന്നും പോയി താമസിക്കാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടാക്കിത്തരാമെന്ന് പറയും. വൃദ്ധസദനങ്ങളുണ്ട് നാട്ടിൽ ഒരുപാട്, അവിടെ കൊണ്ടാക്കിത്തരാം. അവിടെ ആകുമ്പോൾ പിന്നെ ചെലവിനുള്ള ഓരോ മാസം കൊണ്ട് അയച്ചു തന്നാൽ മതിയല്ലോ എന്ന് പറയും. പാകത്തിനുള്ള സുഖം കൊടുത്തിട്ടാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഏറെ സുഖം കൊടുക്കാൻ പാടില്ല. അത് ക്രൂരതയല്ല, അതൊരു അദബിൻ്റെ മാർഗമാണ്. അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, വിരിപ്പും പുതപ്പും വരെ സ്മൂത്തായതാകരുത്, പാകത്തിനുള്ളതാകണം. അതുവരെ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കി, ഈ സദസ്സിലിരിക്കുന്ന മുതിർന്ന ആളുകൾ അവരെ ഉപ്പയും ഉമ്മയും ഉള്ള കാലത്ത് ഇന്ന് കിടക്കുന്ന മെത്തയിൽ അന്ന് കിടന്നിട്ടുണ്ടാവൂല. ചോദിച്ചു നോക്ക് നിങ്ങൾ. ആ വീട്ടിൽ അന്നൊരു മെത്തയുണ്ടാകും, മടക്കി വെച്ചൊരു മെത്ത. അത് പുതിയാപ്പിള വരുമ്പോൾ വിരിക്കാനുള്ള, അല്ലെങ്കിൽ പുതിയൊരു ഗസ്റ്റ് വരുമ്പോൾ ഒന്നോ രണ്ടോ മെത്ത അങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ളവർ ഒരു പായ, ആ പായൻ്റെ മേലെ കുറച്ച് കട്ടിയുള്ളൊരു വിരിപ്പ് വിരിച്ചോറും. അതന്നെ. കൂടുതൽ സുഖങ്ങളും വിഷയങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അനുസരണം കുറഞ്ഞു പോകും. അതാണ് അതിൻ്റെ കാര്യം. അനുസരണം കുറയാൻ പാടില്ല. അനുസരണം
മക്കളിൽ ശീലിപ്പിക്കേണ്ടത് ഉപ്പയും ഉമ്മയുമാണ്. ബാപ്പാക്കും ഉമ്മാക്കുമാണ് ആ ബാധ്യത. അതാണ് മക്കളോട് ചെയ്യുന്ന ഗുണം എന്ന് പറയുന്നത്. മക്കളോട് ചെയ്യുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷണ രീതിയാണ്. എത്ര വലിയ മഹാനാണ് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ആ മഹത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉമ്മാക്കുള്ള ഖിദ്മത്താണ്. ഉമ്മാക്കുള്ള ആ ഖിദ്മത്ത് കൊണ്ട് സ്വഹാബിമാര് വരെ കൈപിടിച്ച് ദ്വാർപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് മഹാനവറുകൾ ഉയർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ടു തലേ വർഷമാണ് സ്വഹാബത്തിനോട് പറഞ്ഞത്, ഉവൈസ് ബിൻ ആമിർ എന്ന ഒരാള് യമനിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൂടെ വരും മക്കയിലേക്ക്. കാണുമ്പോൾ നിങ്ങൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ദ്വാർപ്പിക്കണം. ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഓരോ വർഷവും അന്വേഷിച്ച് തെരഞ്ഞു നടന്ന് ഒരു വർഷം കിട്ടിയ ആളെ കിട്ടിയപ്പോൾ കൈ അങ്ങോട്ട് പിടിച്ച് മുറുക്കി പിടിച്ച് വിടാതെ ദ്വാരന്നിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ഞാൻ ദ്വാരക്കാനോ എന്നൊക്കെ ചോദിച്ചു കുറേ പിന്തിരിയാൻ നോക്കി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും വിട്ടില്ല. നിങ്ങളെപ്പറ്റി ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ശരീരത്തിലൊക്കെ വെള്ളപ്പാടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പടച്ചോനെ ഇവർ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞാണല്ലോ വരുന്നത്. ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അതേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിർഹമിൻ്റെ വട്ടത്തിൽ മാത്രം ബാക്കി വെച്ച് ബാക്കിയൊക്കെ ഉമ്മാൻ്റെ ദുആ കൊണ്ട് അല്ലാഹു തആല സുഖാക്കി തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതും ഇവർക്ക് അറിയാലോ. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കുന്ന ആൾ തന്നെയാണ് നിങ്ങൾ, വേറെ ആരുമല്ല. ഇനി നിങ്ങളെ വിടാൻ പറ്റൂല. അപ്പോൾ ഈ സ്വഹാബിമാരാരാ സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഷഹാദത്ത് ചൊല്ലി തങ്ങളെ മുന്നിൽ ഒരുപാട് തവണ തപസ്സിരുന്ന് ബറക്കത്ത് കിട്ടിയ മഹാന്മാർ. അവരോടാ പറഞ്ഞത് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹുവിനെ കൊണ്ട് ദ്വാർപ്പിക്കണം. കാരണം പറഞ്ഞത് ലഹു വാലിദ വഹുവ ബിഹാ ബർറുൻ, ഒരു മാതാവുണ്ട്, ആ മാതാവിന് പൊരുത്തമുള്ള മോനാണ്. മാതാപിതാക്കളെ പൊരുത്തം നേടിയ ആളുകൾ അൽ അബ്റാർ, ഇന്നൽ അബ്റാർ, സ്വർഗത്തിലെ പാനീയത്തിൽ നിന്ന് കുടിക്കണ്ടേ, അബ്റാറായി മാറണം, ഗുണമുള്ളവരായി മാറണം. എൻ്റെ വക ഞാൻ പറഞ്ഞതല്ല, ഇബ്നു റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീറാണ്. ഗുണം പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇന്നമാ സമ്മാഹുമുല്ലാഹു ജല്ല തനാഉഹു വൽ അബ്റാർ, അവർക്ക് അല്ലാഹു അബ്റാർ എന്ന് പേര് വെച്ചത് ലിഅന്നഹും ബർറുൽ ആബാ വൽ അബ്നാ, മാതാപിതാക്കൾക്കും മക്കൾക്കും ഗുണം ചെയ്യുന്നവരാണ്. എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, വിവരക്കേട് കൊണ്ട് ഉമ്മയും ഉപ്പയും എന്തെങ്കിലും പറഞ്ഞു എങ്കിൽ പിണങ്ങരുത്. അഥവാ ആ പിണക്കം വന്നുവെങ്കിൽ അത് മാറ്റിയിട്ട് പൊരുത്തപ്പെടിക്കണം. അവരെ മനസ്സിൽ നിങ്ങളോടൊരു കറയും ഉണ്ടാകരുത്. ഇഷ്ടവും പൊരുത്തവുമാകണം. അവർ പിരിഞ്ഞു പോകുമ്പോൾ വെറുപ്പോടുകൂടെയാണ്, നമ്മളോട് വെറുപ്പോടുകൂടെയാണ് മാതാപിതാക്കൾ പിരിഞ്ഞു പോയതെങ്കിൽ നമ്മുടെ കാര്യം സങ്കടകരമാണ്. പൊരുത്തത്തോടെയാണോ പിരിഞ്ഞു പോയത്, നമുക്ക് സന്തോഷമാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ സഹത്തും, അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ പൊരുത്തക്കേടും അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലല്ലേ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. ഇൽമിൻ്റെ കുറവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ മാപ്പാക്കി കൊടുക്കണം. കറയാക്കി മനസ്സിലത് കൂട്ടരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചെങ്കിൽ അത് പൊരുത്തപ്പെടിച്ചവരെ മനസ്സിൽ സന്തോഷാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകാൻ എന്തെല്ലാം ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യണോ അതൊക്കെ ചെയ്യണം. ഉമ്മാൻ്റെ മനസ്സിൽ തൃപ്തിക്കേട് പൂർണ്ണമായും മാറ്റിയെടുക്കണം. അതിന് ഉമ്മാൻ്റെ കൂടെ നീ കാവൽ നിൽക്കണം. ഉമ്മയുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തിട്ടാണോ അങ്ങനെ ചെയ്യണം. ഉമ്മയുടെ തലയിൽ നിന്ന് പേനെടുത്ത് കൊടുത്തിട്ടാണോ അങ്ങനെ ചെയ്യണം. മുടി ചീകിക്കൊടുത്തിട്ടാണോ അത് ചെയ്യണം. ആ വസ്ത്രങ്ങൾ മുഴുവനും നല്ല രൂപത്തിലൊന്ന് തേച്ച് മിനുക്കിയിട്ട് നല്ല റാഹത്തോടെ കൊടുത്തിട്ടാണോ അങ്ങനെ ചെയ്യണം. എന്തെല്ലാം ഖിദ്മകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ആ പൊരുത്തം നേടിയെടുക്കണം. അപ്പോഴേ അൽ അബ്റാറിൽ പെടാൻ പറ്റൂ. കമാ അന്ന ലിവാലിദിക അലൈക ഹഖൻ കദാലിക ലിവലദിക അലൈക ഹഖാ. മാതാപിതാക്കളോട് ബാധ്യതയുള്ളതുപോലെ മക്കളോടും ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അബ്റാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോടുള്ള കടപ്പാട് വിട്ടുകയും
അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വാഗ്ദത്തങ്ങളും വാഗ്ദാനങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുന്നവരുമാണ്. ഹദീസിൽ പറഞ്ഞു, അൽ അബ്റാറു അല്ലദീന ലാ യുദൂന അഹദാ, ഒരാൾക്കും അവരെ കൊണ്ട് ശല്യം ഉണ്ടാകൂല, അവരാണ് അൽ അബ്റാർ. ഒരാൾക്കും ശല്യം ഉണ്ടാകൂല, നാവുകൊണ്ട് ശല്യം ഉണ്ടാകൂല, പേന കൊണ്ട് ശല്യം ഉണ്ടാകൂല, വിരല് കൊണ്ടും ശല്യം ഉണ്ടാകൂല, അവരുടെ ഒരു പ്രവർത്തനങ്ങളെ കൊണ്ടും മറ്റൊരാൾക്ക് ശല്യം ഉണ്ടാകൂല. ഒരാൾക്കും, കുടുംബക്കാർക്കും ഇല്ല, അയൽവാസികൾക്കും ഇല്ല, കൂട്ടുകാർക്കും ഇല്ല, ആർക്കും ഇല്ല. അല്ലദീന ലാ യുദൂന അഹദൻ, ഒരാൾ ഇടങ്ങേറാക്കാത്ത ആള് നല്ല മഹാന്മാരെന്നല്ലേ. ഒരാൾക്കും അവരെ കൊണ്ട് ഇടങ്ങേറില്ല. ഒരു നല്ല റാഹത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കും ശല്യാകാത്ത രൂപത്തിൽ. ശല്യാകാന്ന് പറയുമ്പോൾ ആളെ ഡിഗ്രി കുറച്ച് കുറയും. ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ആൾക്കാർ, ഒരാൾക്കും ശല്യം ചെയ്യാത്ത ആൾക്കാർ മാത്രമേ കൂടെ വരാവൂ എന്ന് പറഞ്ഞു. കാരണം പോകുന്നത് ശത്രുക്കളുമായി പോരാടാനാണ്. അത്രയും നല്ല ക്ലിയറായ ആൾക്കാരാണെങ്കിൽ അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നി ബുൽതു ഫീ ഹാഇത്തി ജാരി, ഞാൻ എൻ്റെ അയൽവാസിയുടെ തോട്ടത്തിലൊന്ന് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞു. ഒരാൾ മൂത്രമൊഴിച്ചാൽ എത്ര വാസനക്കാരനൊന്നും ഉണ്ടാകൂല. പിന്നെ തോട്ടത്തിലല്ലേ, പരന്നതല്ലേ, കാറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ വാസനക്ക് എപ്പോഴേ പോകും. പിന്നെ മൂത്രമൊഴിച്ച് അവിടെ വൃത്തിയാക്കി ക്ലിയർ ആക്കിയിട്ടുണ്ടാകുമല്ലോ, അങ്ങനെയും വാസന ഉണ്ടാകൂല. പക്ഷെ ആ പ്രവർത്തനം ഒരു ശല്യമായി എന്ന് കണക്ക് കൂട്ടിയിട്ട് തങ്ങൾ പറഞ്ഞു, ലാ തസ്ഹബനല്ലോ, ഇന്ന് നിങ്ങൾ കൂടെ വരണ്ട, ഇന്ന് നിങ്ങൾ കൂടെ വരണ്ട. അയൽവാസിയുടെ കിണറിൽ വേനൽ തുടങ്ങുമ്പോൾ വെള്ളം വറ്റി വറ്റി പോവുകയാണ്. അള്ളാഹു നിനക്ക് തന്ന കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്, കുറച്ച് വെള്ളം എടുക്കട്ടെ. വെള്ളം കഴിഞ്ഞ കൊല്ലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇക്കൊല്ലം ഉണ്ടാകുമെന്ന് ഒരു പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങൾ വേറൊരു കിണർ വെച്ചോളൂ. അങ്ങനെ പറയുന്നതും ഒരു ശല്യമാണ്. വെള്ളം അതിൽ ഉണ്ടല്ലോ, ഉള്ളതുപോലെ എടുത്തോളൂ. അള്ളാഹു നമുക്ക് നൽകിയതല്ലേ, സന്തോഷം പോലെ നിങ്ങൾ എടുത്തോളൂ. തീർന്നു പോകുമ്പോൾ വേറെ വഴി വേറെ നോക്കാം. സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇഷ്ടം പോലെ 10, 15, 20 ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്. കൊടുക്കാനുള്ള പിശുക്ക് കൊണ്ട് അങ്ങനെ പറഞ്ഞേക്കരുത്, ഒരു ശല്യമായി മാറും. ഒരാൾക്കും ഇടങ്ങേറ് വരുത്താത്ത രീതിയിലുള്ള പ്രവർത്തനമാകണം. നിന്റെ പിറകിൽ താമസിക്കുന്ന അയൽവാസിക്ക് നിന്റെ വീടിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്നൊരു ഭാഗത്തുകൂടെ നിന്റെ വീട്ടിലേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും ഒരു വഴി വേണം, റോഡ് വേണം. നിന്നോട് കാശ് തരാം, നീ റോഡ് തരണം. അയൽവാസിക്ക് റോഡ് കൊടുത്താൽ എപ്പോഴും വണ്ടി ഇങ്ങനെ പോകുന്നത് ഞാൻ നോക്കി നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അവിടെ 1-2 കാര്യങ്ങൾക്ക് വേറെ ഉദ്ദേശിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത് തരാൻ പറ്റൂല. നിന്റെ നാവിൽ നിന്ന് വന്ന വാക്ക് അവനൊരു ശല്യമാണ്, ഇടങ്ങേറാണ്. നീ അവിടെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, വീടുണ്ടാക്കാൻ ഉദ്ദേശമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് ഇഷ്ടം പോലെ സ്ഥലം അപ്പുറത്തുണ്ട്. ഇവിടെ ചോദിക്കുന്നത് ആകെ ഒരു 2-2.5 മീറ്റർ. അത് ഫ്രീ ആയിട്ടല്ല, കാശിനാ ചോദിക്കുന്നത്. കൊടുക്കാനുള്ള മടി കൊണ്ട് പല കാരണങ്ങളും പറഞ്ഞു. ശല്യമാക്കരുത് സഹോദരങ്ങളെ, ഒരാൾക്കും ഇടങ്ങേറുണ്ടാക്കരുത്. അങ്ങനെ ജീവിക്കുന്നവരാണ് അൽ അബ്റാർ, മഹാന്മാര്, മഹത്വമുള്ളവർ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യന്മാരെ മാത്രമല്ല ഒരാളെയും ബുദ്ധിമുട്ടാക്കൂല, ഒരു ജീവിയെപ്പോലും ഇടങ്ങേറാക്കൂല, ബുദ്ധിമുട്ടാക്കൂല. ഇത് പറഞ്ഞിട്ട് സഹിർ റളിയല്ലാഹു അൻഹു ഒരു തഫ്സീർ പറഞ്ഞു, 10 സ്വഭാവങ്ങൾ ഒരുമിച്ച് കൂടിയവരാണ് അൽ അബ്റാർ, മഹത്തുക്കൾ, മഹാന്മാർ, ശ്രേഷ്ഠരായ ആളുകൾക്ക് പറഞ്ഞ 10 സ്വഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ സ്വഭാവങ്ങളാണ്. തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി 360 ഖുലുഖാ, 360 സ്വഭാവങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. മൻ ലഖിയഹു ബിഖുലുഖിൻ മിൻഹാ മഅ തൗഹീദി, വിശ്വാസത്തോടൊപ്പം ആ 360-ൽ ഏതെങ്കിലും ഒരു സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ ദഖലൽ ജന്ന, സ്വർഗത്തിലെത്തും. 360 സ്വഭാവങ്ങൾ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്, നന്മയുടെ സ്വഭാവങ്ങൾ.
ഒന്നും രണ്ടും സ്വഭാവങ്ങളല്ലല്ലോ, ധാരാളം സ്വഭാവമുണ്ട്. 360 സ്വഭാവങ്ങൾ മുഴുവനും ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ ഹൽ ഫിയ മിൻഹാ യാ റസൂലല്ലാഹ്, 360 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും എന്നിൽ ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലുഹാ ഫീക യാ അബൂബക്കർ, 360 നിങ്ങളിലുണ്ട്. 360 സൽ സ്വഭാവങ്ങളും അൽ അബ്റാർ മഹത്തുക്കൾക്ക് മഹാന്മാർക്ക് വേണ്ട ഗുണങ്ങൾ 360 നിങ്ങളിലുണ്ട്. എന്നിട്ട് തങ്ങൾ പറഞ്ഞ 360 അഹബ്ബുഹാ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അസ്സഖാ, ഉദാരമനസ്കത. അതാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുക. ദീനീ ഖിദ്മത്തിന് വേണ്ടി ഇവിടെ ഒരു സജ്ജീകരണം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഉസ്താദ് അവറുകളുടെ ഇല്യാസ് ഉസ്താദിൻ്റെ ദർസ് ഒന്നുകൂടി വിപുലപ്പെടുത്തണം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ മുത്തഅല്ലിമീങ്ങൾക്ക് പരിമിതമായൊരു സൗകര്യമാണ് അവിടെ ഉള്ളത്. പുതിയ മുത്തഅല്ലിമീങ്ങൾ വരാൻ ഇവിടെ നിൽക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് ചോദിക്കുമ്പോൾ, സൗകര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ അവർ നല്ല റാഹത്തോടെ പറയുമെങ്കിലും ആരെങ്കിലും ഒന്ന് വന്നു നോക്കിയാൽ ഇത്ര സൗകര്യമുള്ളത് പോരാ, വലിയ സൗകര്യമുള്ള കോളേജുകളും ദർസൊക്കെ ഇല്ലേ എന്ന് കരുതും. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ സൗകര്യപ്പെടുത്തണം, വേണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങളെന്താ ആമീൻ മുറുക്കി പറയാത്ത? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനാണ് ഈ വിശാലമായ സ്ഥലങ്ങളും മറ്റുമൊക്കെ. നമ്മളെ ജീവിതത്തിൽ നിന്ന് പാരത്രിക ലോകത്തേക്ക് ദീനിന് വേണ്ടിയുള്ള ഖിദ്മത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം ധർമ്മം ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അറിയിക്കുമ്പോൾ നമ്മളൊക്കെ അതിൽ പങ്കെടുക്കണം. അവരവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നാടിൻ്റെ പല ഭാഗങ്ങളിലും മദ്രസയും സ്ഥാപനങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ മുഅ്മിനീങ്ങൾ കൊടുത്ത അവരുടെ ആ ഉദാരതയാണ്. നിങ്ങൾ നോക്ക്, പലയിടങ്ങളിലും ഉലമാക്കൾ ദർസ് നടത്തുന്ന സ്ഥാപനങ്ങളും കാര്യങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉള്ള ആസ്തിയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിക്കൊടുത്ത എത്രയോ നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ചിലരൊക്കെ കൊടുത്തത് കേൾക്കുമ്പോഴേക്ക് തന്നെ അജബായി പോകും. ആ ആഖിറത്തിലേക്കുള്ള ആ ഒരു തൃപ്തി കൊണ്ട്, വാപ്പാക്കൊരോഹരി ഉമ്മാക്കൊരോഹരി, ഒന്ന് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയ ഒരു മൂത്ത മകനുണ്ട്, ആ മകനൊരു ഓഹരി, ഓരോരുത്തർക്കും ആഖിറത്തിലേക്കുള്ള ഓഹരി എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുത്തതാണ് അല്ലാഹു തആല അവർക്ക് നൽകിയതിൽ നിന്ന്. 360 സ്വഭാവങ്ങളിൽ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടം അസ്സഖാഉ, ഉദാരതയാണ്. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ഉള്ള സ്വഭാവങ്ങളിൽ ഏറ്റവും തികഞ്ഞ സ്വഭാവം അതാണ്. ഞാൻ ആരെയും ഉദാഹരിച്ചുകൊണ്ട് നീട്ടിപ്പരത്തി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വന്യരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അല്ലാഹുർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദിനുള്ള ഏറ്റവും നല്ല മനസ്സ് അതാണ്, ഔദാര്യത്തിൻ്റെ മനസ്സ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, നമ്മളൊക്കെ മർക്കസിൽ പഠിക്കുമ്പോഴാണ് ഇൻഡോ അറബ് അവാർഡ് കിട്ടിയത്. സംഖ്യ ഇൻഡോ അറബ് അവാർഡ് കിട്ടിയ സംഖ്യ നേരെ പുരയെ കൊണ്ടുപോയിട്ട് മക്കൾക്ക് ഊരിച്ചതല്ല, അവിടെ വന്ന് ഞങ്ങൾക്കാണ് അത് ഊരിച്ചത്. മുത്തഅല്ലിമീങ്ങളായ ഞങ്ങൾക്കാണ് അതിൻ്റെ വിഹിതം ഓരോരുത്തർക്കും 1000 2000 തന്നത്. വേറെ ആർക്കെല്ലാം കൊടുക്കാനുണ്ട്? ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു അനുഭവം 10 100 അല്ല പറയാനുള്ളത്, ഇഷ്ടം പോലെയുണ്ട്. സഖാ, ഔദാര്യം, പാവപ്പെട്ട ആളുകൾക്ക്, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടത് ചെയ്യുക. 2 മാസം മുമ്പ് ഞങ്ങൾ കൂടെ പഠിച്ച ആളുകളൊക്കെ ഉസ്താദിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് മർക്കസിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി ഏറ്റെടുക്കാമെന്നായിരുന്നു. പക്ഷേ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞ അങ്ങനെയല്ല, നിങ്ങൾ ഈ ഒരുമിച്ച് കൂടി ഞങ്ങളെ ബാച്ചിൽ 360 362 ആളുകളില്ലേ, ഇവരെ കൂട്ടത്തിൽ ഇപ്പോഴും വീടാകാത്തവരുണ്ടാവും, അവർക്ക് വീട് വെച്ച് കൊടുക്കണം. അങ്ങനെ ഉസ്താദിൻ്റെ മനസ്സെങ്ങനെ പോകണം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. സ്ഥാപനത്തിന് ഈ വന്ന ആളുകളൊക്കെ ഓരോ സ്ഥലത്തും ഓരോ മഹലിലൊക്കെ ജോലി എടുക്കുന്ന ആൾക്കാരാണ്, ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. അതിനേക്കാളും അപ്പുറം ഉസ്താദ് കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഇപ്പോഴും വീടാകാത്തവരുണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ കടം തീരാത്തവരുണ്ടാകും. അത് അന്വേഷിച്ച് അതാ പൂർത്തിയാക്കേണ്ടത്. വല്ലാത്തൊരു അഭിപ്രായമാണ് ഉസ്താദ മുന്നോട്ട് വെച്ചത്.
അതാണ് അവിടുത്തെ ആ വീക്ഷണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രദേശത്ത് ദീനിൻ്റെ ഖിദ്മത്തിന് ആവശ്യമാകുന്ന നല്ല ഒരു സംരംഭം ഉയർത്തി വരണം. ഒരു 10, 30, 40 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇപ്പം അവിടെ മതിയാകൂല. നമ്മളങ്ങനെ കയറി വരുമ്പോൾ തന്നെ ആ ഡ്രസ്സ് വെച്ച് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു പ്രയാസം. അപ്പം അതിന് വിശാലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഒരുക്കണം. ഇപ്പം കണ്ടില്ല നിങ്ങൾ, നല്ല അതിന് ഫിറ്റായ നല്ല ഭൂമിയും സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ, ഉസ്താദ് തന്നെ നമ്മൾ അറിയിക്കും, വിഷയങ്ങളൊക്കെ അറിയിക്കുമ്പോൾ നമ്മളൊക്കെ സഹകരിക്കണം, സഹായിക്കണം. അതിന് നമ്മളാൽ കഴിയുന്ന നല്ല സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഹദീസ് വായിച്ചപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞാണ്, അത് പറയാൻ വേണ്ടി ഹദീസ് വായിച്ചതല്ല. തഫ്സീർ വായിച്ചപ്പോൾ വിഷയം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. 10 സ്വഭാവങ്ങളുണ്ട് അൽ-അബ്റാറിന് എന്ന് സഹ്ൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മക്കാരിമുൽ അഖ്ലാഖി 10, സൽസ്വഭാവങ്ങൾ 10 എണ്ണമാണ്. ചിലപ്പോൾ അത് തക്കൂനു ഫിർ റജുലി, ബാപ്പയിലുണ്ടാകും, വലാ തക്കൂനു ഫിബിനിഹി, മകനിലുണ്ടാകൂല. ചിലപ്പോൾ മകനിലുണ്ടാകും, ബാപ്പയിലുണ്ടാകൂല. ചിലപ്പോൾ സയ്യിദിലുണ്ടാകും, യജമാനിലുണ്ടാകും, അടിമയിലുണ്ടാകൂല. അടിമയിലുണ്ടാകും, സയ്യിദിലുണ്ടാകൂല. യഖ്സിമുഹല്ലാഹു ലിമൻ അറാദ ബിഹി സആദ, വിജയം ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വിഹിതിച്ചു കൊടുക്കുന്നതാണ് ആ 10 എണ്ണം. ഒന്ന് ചുരുക്കി 10 എണ്ണം ഒന്ന് വായിക്കട്ടെ, നമ്മൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമാണ്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ, മഹത്തുക്കളായ മഹാന്മാര് നാളെ സ്വർഗത്തിൽ നിന്നവർ കുടിക്കും. യശ്റബൂന മിൻ കഅസ്, സ്വർഗത്തിലെ കഅസിൽ നിന്ന്. കഅസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബിയിൽ നമ്മൾ കഅസ് പറയുമ്പോൾ അർത്ഥം കോപ്പ എന്ന് പറയും. ഖുർആനിൽ എവിടെ കഅസ് വന്നാലും കോപ്പ മാത്രമല്ല, പിന്നെയോ നിറഞ്ഞ കോപ്പയാണ്, പാനീയം നിറഞ്ഞ കോപ്പ. ഏത് പാനീയം? ഖംറും മിനൽ ജന്ന, സ്വർഗത്തിലുള്ള ഖംറ്. ദുനിയാവിലെ ഖംറല്ല, അങ്ങനെ ആടുന്നതല്ല, സ്വർഗത്തിലെ ഖംറ്, ഖംറിനാൽ നിറഞ്ഞ കോപ്പ. ആ ഖംറിൽ നിന്നവർ കുടിക്കും. മിസാജുഹാ കഅസൻ കാന മിസാജുഹാ കാഫൂറാ, ഖംറിലേക്ക് ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി അവിടെ ഉപയോഗപ്പെടുത്തുന്നത് കാഫൂർ എന്ന് പറയുന്ന ശുദ്ധമായ, നല്ല കാണാൻ സൗന്ദര്യമുള്ള, ടേസ്റ്റ് കൂടുതലുള്ള നല്ലൊരു പാനീയമാണ്. കാഫൂർ എന്താണ്? ഐനൻ, അതും ഒരു തടാകമാണ്. ആ തടാകത്തിൽ നിന്ന് അതിലേക്ക് കഅസിലേക്ക് കുറച്ചും കൂടി കൂട്ടിക്കലർത്തിയിട്ട് അവർ കുടിക്കും. കണ്ടില്ലേ നിങ്ങൾ, ഒന്നിൻ്റെ കൂടെ വേറൊന്ന് കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെ വെള്ളത്തിലേക്ക് പാല് ചേർത്ത് പാൽ ചായയാക്കും, ജ്യൂസിൻ്റെ കൂടെ പാല് ചേർത്ത് അങ്ങനെയും അടിക്കും. ഒന്നിൻ്റെ കൂടെ 1, 2, 3 ഒക്കെ കൂട്ടിച്ചേർത്ത് കുടിക്കുന്നത് പോലെ നാളെ സ്വർഗത്തിലും അതേ സംവിധാനമുണ്ട്. വേറിട്ടും കുടിക്കാം, ഒന്നിനോടൊപ്പം കൂട്ടിക്കലർത്തിയിട്ടും കുടിക്കാം. ഇവിടെ പറഞ്ഞത് അങ്ങനെയാണ്. യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, കഅസിൽ നിന്നവർ കുടിക്കും ആ മഹാന്മാർ. ആ മഹാന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന പാനീയങ്ങൾ കുടിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് അല്ലാഹു ഏറ്റിത്തരട്ടെ. ആരാണ് ആ മഹത്തുക്കളെ 10 സ്വഭാവം? 1 സിദ്ഖുൽ ഹദീസ്, വർത്തമാനത്തിലെ സത്യസന്ധത, സത്യം മാത്രമേ പറയൂ, സത്യം മാത്രമേ പറയൂ. ഒരിക്കലും കളവ് പറഞ്ഞ് ഒരു സ്വഭാവമോ ശീലമില്ല. ഒന്നാമതായി എണ്ണിയ സ്വഭാവം അതാണ് സിദ്ഖുൽ ഹദീസ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ബാപ്പയിലുണ്ടാകും, ചിലപ്പോൾ മോനിലുണ്ടാകൂല, മകനിലുണ്ടാകും, ബാപ്പയിലുണ്ടാകൂല. അതുപോലെ തന്നെ അടിമയിലുണ്ടാകും, സയ്യിദിലുണ്ടാകൂല, സയ്യിദിലുണ്ടാകും, അടിമയിലുണ്ടാകൂല. അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല വിഹിതം വെച്ച് കൊടുക്കുന്ന സ്വഭാവങ്ങളാണിത്, സിദ്ഖുൽ ഹദീസ്. നേര് പറയാം, നേരല്ലാത്ത പറയരുത്, നേര് മാത്രം പറയാം. ചോദിച്ചാൽ നേരല്ലാത്ത പറഞ്ഞാലും ചിലപ്പോൾ കാര്യം കിട്ടും, കാര്യം കിട്ടുമെന്ന് നോക്കിയിട്ട് പൊള്ളറിയാൻ പറ്റൂല. ഉസ്താദേ ഈ സ്ഥലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നോട് ഒരാൾ ഈ സ്ഥലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ, ഒരു കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്, ചിലപ്പോൾ ഒന്ന് കുഴിച്ചു നോക്കിൻ്റെ വെള്ളം കാണും, ഒന്നുകൂടി കുഴിച്ചു നോക്കിൻ്റെ ചിലപ്പോൾ തറ കെട്ടാനൊക്കെ പറ്റും. അതല്ല ഉസ്താദേ വേറെ എന്തെങ്കിലും പ്രശ്നം? വേറൊരു പ്രശ്നം നോക്കിയിട്ടൊരു പ്രശ്നം കാണാനല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വീടെടുക്കല്ലേ? ആ, നിങ്ങൾ ബിസ്മി അംദു സ്വലാത്തൊക്കെ ചെല്ലിൻ്റെ മട്ടത്തിൽ ഒരു തറം കൊണ്ട് കെട്ടി വീടെടുത്തോളൂ. അതല്ല ഇവിടെ വല്ല
എതിരുപോക്കിൻ്റെ വല്ല പ്രശ്നവും? എതിരുപോക്കും മതിരുപോക്കൊന്നും എനിക്ക് അറിയില്ല, അത് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചോളൂ. അനുമാനം വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ല പണക്കാരനാണ്, ചിലപ്പോൾ ഒരു 10,000 20,000 കിട്ടും എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ട് പ്രശ്നമാണ് ഇങ്ങോട്ട് പ്രശ്നമെന്നൊക്കെ. അറിയുമെങ്കിൽ മാത്രം പറയാ. അറിയാത്തതിനെ സംബന്ധിച്ച് അല്ലാഹു റസൂലുഹു ആലം, അതാണ് അതിൻ്റെ സിദ്ഖുൽ ഹദീസ്. അറിയാത്ത സ്ഥലത്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കുക, എന്ത് അല്ലാഹു റസൂലുഹു ആലം, അതാണ് അവിടുത്തെ സിദ്ഖുൽ ഹദീസ്. അങ്ങനെ പറയേണ്ടത്. രണ്ടാമത്തത് സിദ്ഖുന്നാസ്, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുക. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കൽ എങ്ങനെയാണ്? വഹുവ അല്ലാ യശ്ബഅ വജാറുഹു വസ്വാഹിബുഹു ജാഇഅൻ, അവൻ്റെ കൂട്ടുകാരനോ അവൻ്റെ അയൽവാസിയോ കുടുംബക്കാരനോ സുഹൃത്തോ ജീവിക്കാൻ വകുപ്പില്ലാതെ വിഷമിക്കുമ്പോൾ ഇവൻ അടിച്ചു പൊളിച്ച് വയറ് നിറച്ച് തിന്ന് സുഖിച്ച് ജീവിക്കുന്നവനാകരുത്. തൻ്റെ കുടുംബക്കാരനായ ഒരാൾ വിഷമത്തിലാണ്, എന്നാൽ അള്ളാഹു തനിക്ക് നൽകിയതിൽ നിന്നുള്ളൊരു സന്തോഷം അവനും കൊടുക്കണം. ആ നിലക്ക് മറ്റുള്ളവരെ വിശ്വാസത്തിലെടുത്ത് ജീവിക്കാനുള്ള കഴിവ് വേണം. അപ്പുറത്തുള്ള അയൽവാസി പണിക്ക് പോയിട്ട് 10-20 ദിവസമായി, അദ്ദേഹം 20 ദിവസമെങ്ങാനും പണിക്ക് പോകാതിരുന്നാൽ ആ വീട്ടിൽ ഭക്ഷ്യവസ്തുക്കളൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. കുടുംബനാഥനായിട്ടൊരാൾ മാത്രമേ ഉള്ളൂ. നീ അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം എങ്ങനെയാ ചെലവ് മുന്നോട്ട് പോകുന്നത്. അപ്പം കഴിഞ്ഞ ഒരാഴ്ച ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് ഒരു കൂട്ടരിവിടെ കൊണ്ടുവന്നിരുന്നു. ഇന്നലെ എന്താ കഴിച്ചത്? അപ്പം ആ വീട്ടിലെ ഉമ്മ പറഞ്ഞു, കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നത് വേവിച്ച് കഴിച്ചു. ഇന്നും ഒന്നുമില്ല, ചായ കുടിച്ചു. രാവിലെയും ചായ, ഉച്ചക്കും ചായയാണ് കുടിച്ചത്. അപ്പോൾ സുഹൃത്തേ, സഹോദരാ, നിനക്കല്ലാഹു നൽകിയതിൽ നിന്ന് നല്ലൊരു വിഹിതം അവർക്ക് കൊടുത്തിട്ട് നീ അവരെയും വിശ്വാസത്തിലെടുക്കണം. സിദ്ഖുന്നാസ്, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനുള്ള കഴിവ്, അത് വലിയൊരു കഴിവാണ്. കണ്ടില്ലേ നിങ്ങൾ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ളുഹ്ർ നിസ്കാരത്തിന് പോകുന്നതിൻ്റെ മുമ്പ് ഒരു ആടിനെ അറുത്തിട്ട് അതിൻ്റെ മാംസങ്ങളൊക്കെ റെഡിയാക്കി പെട്ടെന്നത് വേവിക്കാൻ വേണ്ടി ഭാര്യയോട് പറഞ്ഞു. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ ആദ്യം ചോദിച്ചത്, അയൽവാസിൻ്റെ വിഹിതം കൊടുത്തോ? അതാണ് ആദ്യത്തെ ചോദ്യം. പഴയ കാലത്തൊക്കെ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ 1 കിലോ ആണ് അവിടെ വേവിച്ചുണ്ടാക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെയുള്ള ഉമ്മമാർ അത് 1.5 2 ആക്കിയിട്ട് വർദ്ധിപ്പിക്കും. എന്തിനാ വല്യന്മാരും അങ്ങനെ ചെയ്യുന്നതെന്നറിയോ? അപ്പുറത്ത് 2 വീട്ടുകാരുണ്ട്, ഇവിടെ 2 വീട്ടുകാരുണ്ട്. 2 വീട്ടുകാർക്കെങ്കിലും കൊടുക്കണ്ടേ? കണക്ക് 40 ആണ്. 2 വീട്ടുകാർക്കെങ്കിലും കൊടുക്കണ്ടേ? അവിടെയുണ്ട് 2 വീട്ടുകാർ. അവരെ നമുക്ക് ഏതായാലും ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് നമ്മളേതായാലും വിളിക്കുന്നില്ല, നമ്മളെ വീട്ടിൽ പരിപാടിയല്ല, അവർക്കൊരു വിഹിതം. ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു വിഹിതം കൊണ്ടുപോയി കൊടുക്കുന്നൊരു സ്വഭാവമുണ്ട്, അല്ലേ? ഉണ്ട്. അപ്പം അതൊക്കെ അപ്പനായി മാറി. അതാണ് കുഴപ്പം. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ അതാണ്. അമേരിക്കൻ മോഡലായി മാറാണ് ഇവിടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ വരരുത്. നമ്മളിൽ മാത്രമായിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മുഴുകാത്ത ആ ഒരു സ്വഭാവ രൂപമൊന്നും വരരുത്. അവർക്കങ്ങനെ അവിടെ ഇന്നലെയും അവിടെ ഉണ്ടായിരുന്നു, മിനിയാന്ന് അവിടെ ഉണ്ടായിരുന്നു നോക്കിയിട്ടല്ല, എന്നാലും ഒരു സന്തോഷത്തിന്. അതൊരു സിദ്ഖുന്നാസ്, മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറഞ്ഞൊരു സ്വഭാവമാണത്. മൂന്നാമത്തത് ഇഅ്താ ഉസ്സാഇൽ, യാചകന് ധർമ്മം കൊടുക്കുക. യാചനക്ക് അർഹതയുള്ള ആളെ ഏതായാലും തട്ടി ഒഴിവാക്കരുത്. യാചനക്ക് അർഹതയുള്ള ആളെ അയാൾ കൊടുക്കണം. എല്ലാവർക്കും യാചിക്കാൻ പറ്റുമോ? ഇല്ല. യാചന എല്ലാവർക്കും പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ നല്ല ആരോഗ്യമുള്ള ഒരു സ്വഹാബി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ആൾ യാചനക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നല്ല ആരോഗ്യമുള്ള സ്വഹാബിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ വിറ്റാൽ വില ലഭിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് പോയി വരാമെന്നാണ്. അദ്ദേഹം വീട്ടിൽ പോയി നല്ല ഒരു കമ്പിളി, ഒരു കരിമ്പടം കൊണ്ടുവന്നു. കരിമ്പടം ഇപ്പം അങ്ങനത്തെ പുതക്കാനൊന്നും ആൾക്കാർ ധൈര്യപ്പെടൂല, കാരണം ചൂട് കൂടുതലായതുകൊണ്ട്. ബക്കറ്റ് വരുന്നുണ്ട്, വെള്ളം കോരാനല്ല, സംഭാവന കൊടുക്കാനാണ്.
നല്ല നല്ല സംഭാവന ഇട്ട് കൊടുക്കുക, അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സംഭാവന ഇട്ട് ഇങ്ങനെ ദ്വാരക്കണ തന്നെ വലിയൊരു വിഷയമായിട്ട് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഓതുന്ന ആയത്തിൽ. ഞാൻ ഉരീദു മിൻകും ജസാം വലാ ശുക്കൂറാണ്. അപ്പോൾ നല്ല ഇഖ്ലാസോടെ നല്ല നിയത്തോടെ കൊടുക്കുക. ദ്വാരുന്നാലും ദ്വാരുന്നിട്ടില്ലെങ്കിൽ നമ്മളെ നിയത്ത് പോലെയാണ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സ്വഹാബിനോട് പറഞ്ഞു വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കണം. അദ്ദേഹം വീട്ടിൽ പോയി ഒരു കമ്പിളി കൊണ്ടുവന്നു. കമ്പിളി എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയില്ലേ? അതെയോ? അറിയും. കമ്പിളി കരിമ്പളം നോക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ഇതിനാരാ ഒരു വില തരാമെന്ന് വെച്ചു. ഒരു സ്വഹാബി പറഞ്ഞു 1 ദിർഹം തരാമെന്ന് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, മൈ യസീദു, കൂടുതൽ ആരാ തരാം? മാഷാ അല്ലാഹ്, നിങ്ങൾ ഇവിടെ ഉണ്ട്, വരി 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 വരി, അള്ളാഹു ബർക്കത്ത്. അവിടെ ഇരിക്കാം, ഇവിടെ സീറ്റ് 1-2 സീറ്റ് ഉണ്ട്. ആ ഉസ്താദിനെ വിളിച്ചിട്ട് മുമ്പിൽ വരുന്നില്ല, എന്നാ വരി. ആരാ അധികം തരാന്ന് വെച്ചു. അജിക്ക വരി ഇവിടെ അല്ല, ഞങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ. മൈ യസീദ് അലാ ദാലിക്, അതിനേക്കാൾ അധികം ആരാ തരാന്ന് വെച്ചപ്പോൾ 2 ദിർഹം തരാന്ന് പറഞ്ഞു. 2 ദിർഹമിന് ഉറപ്പിച്ച് ആ പുതപ്പ് അങ്ങോട്ട് കൊടുത്തു. അതാണ് ലേലം വിളി എന്ന് പറഞ്ഞത്, അതിൻ്റെ അസുലാണത്. 2 ദിർഹമിന് ഉറപ്പിച്ച് ആ പുതപ്പ് കൊടുത്ത് 2 ദിർഹം വാങ്ങിയിട്ട് ആ സ്വഹാബിയോട് പറഞ്ഞു, അങ്ങാടിയിൽ പോയി നല്ലൊരു മഴു വാങ്ങി വരണം എന്ന് പറഞ്ഞു. നല്ലൊരു മഴു. അദ്ദേഹം മഴു വാങ്ങി ഇവിടെ അങ്ങനെ എത്തുമ്പോൾ, തങ്ങളെ വീട്ടിലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പണി എന്താണെന്നറിയോ? ആ മഴു ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ തായ് ചെത്തി റെഡിയാക്കി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതും ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് മനസ്സിലായി. മഴുവിലേക്ക് ഒരു പിടുത്തായിട്ടുള്ള അതിൻ്റെ തായില്ലേ, അതിനിവിടെ എന്താ പറയാ? എല്ലാവരും ഇങ്ങനെ കണ്ണും തുപ്പിച്ച് നോക്കുന്നുണ്ട്. എന്താ പറയാ? തള്ളയാണോ? തള്ള പഠിച്ചോനെ. ഈ ലൈവിൽ ആരെയും തള്ള കേട്ട് അടിയിൽ വല്ല കുറിപ്പ് ചെയ്തോന്നാവോ? ചില വാക്കുകളൊക്കെ പറയാൻ പേടിയാണ്. എന്നാ തള്ള. അപ്പോൾ മനസ്സിലായില്ല, തള്ള. അത് തങ്ങളിങ്ങനെ ചെത്തി റെഡിയാക്കി ഫിറ്റാക്കി ആ മഴ ഇങ്ങോട്ട് വാങ്ങി അതിൽ ഘടിപ്പിച്ചിട്ട് കൊടുത്തുന്നാ. ഇനി ഇവിടെ ഒരാഴ്ച ഇവിടെ കാണാൻ പാടില്ല, കാട്ടിൽ പോകണം. വിറക് വെട്ടിയിട്ട് കെട്ടുകെട്ടാക്കി മദീന മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തണം. എന്നിട്ട് ഉപജീവന മാർഗം നടത്തണം. ഇന്നൽ മസ്അലത ലാ തഹില്ലു ഇല്ലാ ലിസലാസ, 3 കാര്യങ്ങൾക്കല്ലാതെ യാചന പറ്റൂല എന്ന് അന്ന് തങ്ങൾ പറഞ്ഞു. 3 വിഷയങ്ങൾക്ക് 3 ആളുകൾക്ക് പറ്റും, അവർ ചോദിച്ചാൽ കൊടുക്കണം. 1 ലിദീ ഫഖിരിൻ മുദ്ഖിൻ, ജീവിതത്തിൽ ജോലി ചെയ്താലും മക്കൾ ജോലി ചെയ്താലും വിട്ടുമാറാത്ത രീതിയിലുള്ള ദാരിദ്ര്യം, കുടുങ്ങി ദാരിദ്ര്യം കൊണ്ട് എന്താണെന്നറിയില്ല, അങ്ങനെ ദാരിദ്ര്യം. ആ വീട്ടിൽ 2-3 ആളുകൾക്ക് ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ ആവശ്യങ്ങൾക്കൊന്നും തികയുന്നില്ല. അത്രയും കൊടുക്കലും ബുദ്ധിമുട്ടില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോന്നിങ്ങനെ ആവശ്യങ്ങൾ കൂടിക്കൂടി വന്നിട്ട് ദാരിദ്ര്യം വിട്ടുമാറാത്ത രീതിയിൽ ദരിദ്രനായുള്ള മനുഷ്യന്മാർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുത്തേക്കണം. അല്ലെങ്കിൽ ലൗ മറലിൻ മുഫന്നിദിൻ, വരുമാനമോ വീട് പോലോത്ത വീടോ വിറ്റാലും ചികിത്സക്ക് പണം തികയില്ല, അത്രയും ഗുരുതരമായ രീതിയിൽ ബാധിച്ച രോഗം. മുഫന്നിദ്, അവനെ തിന്നു തീർക്കുന്ന രീതിയിലുള്ള രോഗമാണ്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെലവ് ചോദിക്കുമ്പോൾ 40 ലക്ഷം 50 ലക്ഷമൊക്കെയാണ് പറയുന്നത്. ചോദിക്കുമ്പോൾ കൊടുക്കുകയും വേണം. അല്ലെങ്കിലോ ഔദൈനിൻ മുഗറമിൻ, 3ാമത്തെ കാര്യം, വിട്ടുമാറാത്ത രീതിയിൽ പിടികൂടിയിരിക്കുന്ന കടം, ഭാരിച്ച കടബാധ്യതയുണ്ട്. എത്ര അധ്വാനിച്ചാലും അത് വീട്ടാൻ കഴിയും തോന്നില്ല, കുടുക്കിയതാണ് എന്ന് കൂട്ടിക്കോളും. അങ്ങനെ കുടുങ്ങി, ലാഭം ഉദ്ദേശിച്ച് തുടങ്ങിയതാണ്, പക്ഷേ നഷ്ടത്തിലായിപ്പോയി. കടം വന്നു, വല്ലാത്ത കടം. ആയുള്ള കടങ്ങളൊക്കെ ഒന്ന് വീടാൻ വേണ്ടി യാചനക്ക് വരുമ്പോൾ കൊടുത്തേക്കണം. ഈ 3 കാര്യങ്ങൾക്കും അത് ഹലാലാണെന്ന് തങ്ങൾ പഠിപ്പിച്ചു. വിറക് വെട്ടാൻ വേണ്ടി പറഞ്ഞയച്ച സ്വഹാബി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കൊട്ട കാരക്കയുമായി ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് വന്നു. തങ്ങൾ ചോദിച്ചു, കാരക്ക എന്താണ്? നബിയെ, വിറക് വെട്ടി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി, ആവശ്യ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങി, പിന്നെയും പണം മിച്ചം വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കൊട്ട കാരക്ക വാങ്ങി ഇങ്ങോട്ട് വരാതെ തോന്നി. അങ്ങനെയാണ് ഒരു കൊട്ട കാരക്കയും വാങ്ങി വന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം പറഞ്ഞു. ആ കാരക്കയിൽ നിന്ന് സ്വഹാബത്തിനൊക്കെ വിഹിതിച്ചു കൊടുത്തു. അപ്പോൾ സഹോദരങ്ങളെ, യാചകന്മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് 10 സ്വഭാവങ്ങളിൽ എണ്ണിയ ഒന്നാണ്. വൽ മുകാഫാതു ബിസ്വനാഇ, നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് പ്രത്യുപകാരം ചെയ്യുക. നന്മ ചെയ്തവർക്ക് പ്രത്യുപകാരം, അത് മറക്കരുത്. നമുക്ക് നന്മ ചെയ്ത് തന്ന ആളുകളില്ലേ,
അത് വാക്കുകൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, ദുആ കൊണ്ടാകാം, പലതുകൊണ്ടുമാകാം. അവർക്കൊരു പ്രത്യുപകാരം ചെയ്തു കൊടുക്കണം. ഹിഫ്ലുൽ അമാന, അടുത്ത കാര്യം അമാനത്ത് കാത്തു സൂക്ഷിക്കുക. ഉത്തരവാദിത്വം, വിശ്വസ്തത എന്നൊക്കെ പറയുന്നത് അത് കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് നമ്മുടെ കൂടെ ആരെ വിട്ടാലും, നമ്മുടെ കൂടെ ആര് ചേർന്നാലും, ഇടപാടിൽ ചേർന്നാലും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളോട് സഹവസിച്ച് ചേർന്നാലും അവനെ പറ്റിക്കാതിരിക്കുക, അവൻ്റെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക. നമ്മെ ഏൽപ്പിച്ചു ഒരാൾ അയാളുടെ ധനം, കുറച്ച് കഴിഞ്ഞിട്ട് അത്രയില്ല ഇത്രയില്ല എന്ന് പറഞ്ഞ് അവനെ പറ്റിക്കരുത്. കറക്റ്റായി തിരിച്ചു കൊടുക്കാനുള്ള സന്മനസ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചത് അവിടുത്തെ മക്കക്കാരി ഏൽപ്പിച്ച സൂക്ഷിപ്പ് സാധനങ്ങൾ വിതരണം ചെയ്തിട്ടേ വരാവൂന്നാണ്. അലി റളിയല്ലാഹുവിന് പറഞ്ഞു, എനിക്കതിന് 3 ദിവസം എടുക്കേണ്ടി വന്നു. അത്രമാത്രം വസ്തുക്കൾ സൂക്ഷിക്കാൻ തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടുന്ന് അൽ അമീൻ, പൂർണ്ണ അമാനത്തുള്ള മഹാനാണ്. ആ പൂർണ്ണ അമാനത്തുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ജനങ്ങളും അവരുടെ ആവശ്യ വസ്തുക്കളും സൂക്ഷിപ്പ് വസ്തുക്കളും ഏൽപ്പിക്കാറുണ്ട്. അത് ആളെ കണ്ട് ഏൽപ്പിക്കാനാണ് 3 ദിവസം എടുക്കേണ്ടി വന്നത്. മക്കയിലുള്ള ആളുകളൊക്കെ അലി റളിയല്ലാഹുവിന് പരിചയമില്ല ഉണ്ട്. പക്ഷെ ഇത്രയും അധികം കൊടുക്കാനുള്ളത് കൊണ്ടാണ് അത്രയും ദിവസം എടുക്കേണ്ടി വന്നത്. ഹിഫ്ലുൽ അമാന അതൊരു പ്രത്യേകതയുള്ള കാര്യമാണ്. പല സ്ഥലങ്ങളിൽ നിന്നും പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഉസ്താദേ അയാളും ഞാനും ഷെയറായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഞാനൊന്ന് നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഷെയറിൽ നിന്ന് നിങ്ങളെ തൽക്കാലം പിരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട തുക നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാം. അക്കൗണ്ട് തുറന്നു നോക്കുമ്പോൾ അക്കൗണ്ടിൽ എനിക്കുള്ള തുകയൊന്നും കാണുന്നില്ല. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ എന്ന്. ഉദ്ദേശിച്ച് നല്ല രൂപത്തിൽ ലാഭം ഉദ്ദേശിച്ച് കച്ചവടത്തിന് കൂടിയതാണ്. പക്ഷേ ഞാനാണ് അദ്ദേഹത്തെ കൂട്ടിയത്. അവസാനം അദ്ദേഹം എന്നെ പുറത്താക്കുന്ന സ്വഭാവം അത് അമാനത്തില്ലാത്തത് കൊണ്ട് വരുന്നൊരു രീതിയാണ്. അങ്ങനെ 1ഉം 2ഉമല്ല, പല സംഭവങ്ങളും ഉണ്ട്. ഹിഫ്ലുൽ അമാന, അമാനത്ത് കാത്തു സൂക്ഷിക്കുക ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സിലത്തുർ റഹിമി, കുടുംബബന്ധം പുലർത്തുക 10 ഒരു സ്വഭാവമാണ്. വത്തദമ്മുലിൽ ജാർ, അയൽവാസിയോട് സഹകരണ മനസ്ഥിതിയോടെ വർത്തിക്കുക. അയൽക്കാരനോട് സഹകരണ മനസ്ഥിതിയോടെ വർത്തിക്കണം. അയൽക്കാരൻ നിന്നെക്കാളും പണമുള്ളവനാണെങ്കിലും അവൻ്റെ സ്വത്തിന് നീ പരിരക്ഷ നൽകണം. അയൽവാസിയുടെ വീട്ടിലെ ഒരു ലൈറ്റ് എങ്ങനെ കത്തുന്നത് നിന്റെ മകൻ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ, ഉപ്പ അയൽവാസിയുടെ വീട്ടിലെ ലൈറ്റ് അതാ കത്തുന്നു, അതൊന്ന് കെടുത്താൻ വേണ്ടി പോയി പറയട്ടെ. പോകണ്ട മോനെ, ഇഷ്ടം പോലെ പണം അയാളെ കയ്യിലുണ്ട്, കുറച്ച് നേരം കത്തിക്കോട്ടെ. അത് സഹകരണ പ്രതീക്ഷയോടെയുള്ള വർത്തമാനമല്ല. അയൽവാസിയോട് നിന്റെ മനസ്സിലുള്ള ദുശ്ശാഠ്യത്തിൻ്റെയും ദുസ്വഭാവത്തിൻ്റെയും അടയാളമാണത്. പെട്ടെന്നത് ഓഫ് ചെയ്യാൻ വേണ്ടി പറയലാണ് അവിടെ ബുദ്ധി. അതാണ് സഹകരണ മനോഭാവം. അങ്ങനെ ഏത് രീതിയിലുണ്ടോ അങ്ങനെ ചെയ്യണം. മറ്റൊന്ന് വത്തദമ്മുലി സ്വാഹിബി, നിന്റെ കൂട്ടുകാരനും നീ സഹകരണം നൽകണം. നിന്റെ കൂടെ പഠിച്ച ആളാണ്, കൂടെ തൊഴിലെടുത്ത ആളാണ്, കൂടെ യാത്രക്ക് വന്ന ആളാണ്, കൂടെ പലതിനും ഒപ്പം നിന്ന ആളാണ്. അങ്ങനെ കൂടെ സഹവസിച്ച സഹവാസിക്ക് നീ സഹകരണം കൊടുത്ത് അവന് വേണ്ട ആവശ്യങ്ങൾ ഒത്താശകൾ ചെയ്തു കൊടുക്കണം. 9ാമത്തത് ഇഖ്റാഉൽ ലൈഫ്, അതിഥിയെ സൽക്കരിക്കുക ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണത്. അതിഥി സൽക്കാരം എന്ന് പറയുന്നത് നല്ല സ്വഭാവങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു സ്വഭാവമാണ്. വീട്ടിലേക്ക് വരുന്ന അതിഥിയെ നല്ലോണം ബഹുമാനിക്കാൻ കഴിവുള്ള ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ബറക്കത്തൊന്നുമല്ല, വലിയ ബറക്കത്താണ് നൽകുന്നത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആതിഥ്യ മര്യാദ കണ്ടിട്ട് തന്നെ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ധാരാളം ആളുകളുണ്ട്. ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ടവർ വരെയുണ്ട്. വല്ലാത്ത ആതിഥ്യ മര്യാദയാണ്. ജൂതനായി ഒരാൾ തങ്ങളെ വീട്ടിലേക്ക് വന്നു. ഒരു ദിവസം ജൂതൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ള കടം ഇപ്പോൾ തന്നെ തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പം കാശൊന്നുമില്ല തരാൻ.
ഞാൻ നിങ്ങളോട് അവധി പറഞ്ഞിട്ടല്ലേ വാങ്ങിയത്, അവധി എത്തിയിട്ടില്ലല്ലോ, അതൊന്നും എനിക്കറിയണം, ഇപ്പം തരണം. അവധി പറഞ്ഞാൽ അവധി കൊടുത്താൽ മതി. അടുത്ത മാസം 1-ാം തീയതി വരെ അവധി പറഞ്ഞ് ഇപ്പം തന്നെ കൊടുക്കാനില്ലെങ്കിൽ പിന്നെന്താ കാര്യം? എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞു തങ്ങൾ. അവധിക്കല്ലേ പറഞ്ഞ് അവധിക്ക് തരും, അവധിക്കാണല്ലോ വാങ്ങിയത്, അവധിക്ക് വാങ്ങിയത് അവധിക്കാണല്ലോ കൊടുക്കേണ്ടത്, അല്ലാത്തതല്ലേ ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ പോകൂല എന്ന് പറഞ്ഞു. ഞാൻ കിട്ടിയിട്ടേ പോകുള്ളൂ, ഇവിടെ ഇരിക്കുന്നു. തങ്ങൾ പറഞ്ഞു അവിടെ ഇരുന്നോളി, എനിക്കുള്ള ഭക്ഷണം നിങ്ങൾക്കും ഉണ്ട്, എനിക്കുള്ള അതേപോലത്തെ വിരിപ്പ് നിങ്ങൾക്കും ഉണ്ടാകും, എനിക്കുള്ള പുതപ്പ് നിങ്ങൾക്കും ഉണ്ടാകും, എനിക്ക് എന്തെല്ലാണ്ടോ ഈ വീട്ടിൽ അതൊക്കെ നിങ്ങൾക്കും ഉണ്ട് എന്ന് പറഞ്ഞു. അന്നവിടെ താമസിച്ചു. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അതിഥിയെ മാനിച്ചത്. വീട്ടിലേക്ക് ഡേറ്റും കാര്യങ്ങളൊന്നും പറയാതെ വന്ന ഈ യഹൂദിയായ മനുഷ്യനെ തങ്ങൾ ബഹുമാനിച്ചത് നോക്ക് നിങ്ങൾ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങളെ കാണാൻ വേണ്ടി ഒരു ടീം പള്ളിയിലേക്ക് വന്നൊരു വിഷയം സംസാരിക്കാൻ. ദിക്റും ദുആയും കഴിഞ്ഞ് ആർക്കും മുഖം കൊടുക്കാതെ തങ്ങൾ വേഗം പോയി. അപ്പോൾ അവർ വിചാരിച്ചു എന്നാൽ ഇശായിൻ്റെ ശേഷം കാണാൻ പറ്റും, മഗ്രിബിൻ്റെ ശേഷം കുറഞ്ഞ സമയമല്ലേ, ഇശായിന് വരെ കാത്തുന്നു. ഇശായിനും അങ്ങനെ തന്നെ ആർക്കും മുഖം കൊടുക്കാതെ തങ്ങൾ ദിക്റും ദുആയും കഴിഞ്ഞ് തങ്ങൾ എണീറ്റ് പോയി. പിന്നെ അവർ വിചാരിച്ചു സുബഹിക്ക് ഏതായാലും കാണാം. അന്ന് സുബൈക്ക് ദിക്റും ദുആയും കഴിഞ്ഞ് പതിവ് പോലെ സ്വഹാബത്തിന് ഇൽമു പറഞ്ഞു കൊടുക്കാൻ നിൽക്കാതെ തങ്ങൾ എണീറ്റ് പോയി. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇതെന്താ പരിപാടി? സാധാരണ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, അരമണിക്കൂറൊക്കെ ദർസ് നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നെന്താ നേരത്തെ എണീറ്റ് പോയത്? ഉമർ റളിയല്ലാഹു അൻഹു പിന്നാലെ പോയപ്പോൾ അവിടെ കിടന്നുറങ്ങുന്ന പായയിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട് ഈ യഹൂദി. ഉമർ റളിയല്ലാഹു അൻഹു യഹൂദിയോട് പറഞ്ഞു, അനക്കെന്താ ഇവിടെ പണിയെന്ന് വെച്ചു. നീ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആവശ്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയാതെ തങ്ങൾ മഗ്രിബിനും ഇശായിനും സുബൈക്കും പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമർ റളിയല്ലാഹു അൻഹു ഓരോന്ന് ചോദിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നുണ്ട്, ഉമറേ ദാക ലൈഫി, അതെൻ്റെ ഗസ്റ്റാണ്, എൻ്റെ അതിഥിയാണത്, ശല്യം ചെയ്യരുത്, അപമാനമുള്ളൊരു വാക്കും പറയരുത്, ബുദ്ധിമുട്ടാക്കരുത്, എൻ്റെ ഗസ്റ്റാണ്, എൻ്റെ അതിഥിയാണ്. ആ അതിഥി ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത് ഞാനിവിടെ വന്നിട്ടാണ് തങ്ങൾ അവിടെ നേരം കളയുന്നത്, അതുകൊണ്ടാണ് തങ്ങൾ നേരത്തെ പോകുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഞാനിവിടെ വന്നിട്ടാണ് തങ്ങൾ പള്ളിയിൽ ഇങ്ങനെ നേരം കളയുന്നത് എന്ന് അതിഥിക്ക് തോന്നാൻ പാടില്ല. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. അത് നല്ല രൂപത്തിൽ സ്വീകരിക്കണം. വീട്ടിലേക്ക് വരുന്ന അതിഥികളെ കല്യാണത്തിന് സൽക്കാരത്തിന് വന്നാലും ചെമ്പും പാത്രം കൊടുത്ത് ആവശ്യമുള്ളതൊക്കെ വിളമ്പിയിട്ട് അവിടെ എവിടെയെങ്കിലും ചാരി നിന്ന് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞത് അദബുകേടാണ്, മര്യാദക്കേടാണ്, അതിഥിയെ അപമാനിക്കലാണത്. അവന് വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കി അവൻ്റെ മുന്നിലേക്ക് വീട്ടുകാരൻ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്വഭാവം, അതാണ് വനബ്ബിഉഹും അൻ ലൈഫി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആതിഥ്യ മര്യാദ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ വന്ന അതിഥികൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് തളികയിൽ ഭക്ഷണം എടുത്തുകൊണ്ട് മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അവിടെ ആകെ 1, 2, 3 ആളുകളല്ലേ ഉള്ളൂ, അവരങ്ങോട്ട് മാറിയിട്ടത് അവിടെ ഭക്ഷണം തയ്യാറാക്കിയിട്ട് അടുക്കളയിൽ പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അതല്ലല്ലോ ബഹുമാനത്തിൻ്റെ ശൈലി, ഇങ്ങോട്ട് കൊണ്ട് കൊന്നു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അതിഥിയെ ശല്യപ്പെടുത്തുന്ന വർത്തമാനം പറയാൻ അയക്കാതെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞ് അവസാനം തങ്ങൾ ആ വീട്ടിൽ നിന്ന് ഒരാവശ്യത്തിന് പുറത്തു പോകാൻ നിൽക്കുമ്പോൾ യഹൂദി പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് താമസിക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നും തങ്ങളെ വിശേഷണങ്ങൾ കേട്ടിട്ടുണ്ട്, അതിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ലൈസ ബിഫള്ളിൻ വലാ ഖലീലിൻ വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, പരുഷ സ്വഭാവമുള്ള ആളോ കടുത്ത മനസ്സുള്ള ആളോ അല്ല, മിതമായ രീതിയിൽ സംസാരിക്കുന്ന മൃദുലമായ പെരുമാറ്റത്തിൻ്റെ ഉടമയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനത് അനുഭവിച്ചു. കാശ് കിട്ടാൻ വേണ്ടി വന്ന ആളല്ല, ഞാനൊരു ദരിദ്രനൊന്നുമല്ല, പണക്കാരനാണ്. എൻ്റെ കാശ് എനിക്ക് വേണ്ട, ഞാനത് തങ്ങൾക്ക് വിട്ടു തന്നു. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അദ്ദേഹം ചോദിച്ചു, എന്ത് വേണം നബിയെ? എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, എന്തെങ്കിലും പദ്ധതികൾക്ക് തങ്ങൾ ഒരുക്കമുണ്ടോ? ഞാൻ വലിയ സമ്പത്തുള്ള ആളാണ്, ഞാനത് നീക്കിത്തരാം.
ഒരൊറ്റ ദിവസം കുറഞ്ഞ നേരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹവാസവും അവിടുത്തെ ആതിഥ്യ മര്യാദയും കണ്ട് അനുഭവിച്ചപ്പോൾ വിശുദ്ധ ദീനിലേക്ക് പ്രവേശിക്കാൻ അതൊരു മാർഗമായി വന്നു. നല്ല സ്വഭാവമായി മാറ്റണം അതിഥികളെ സ്വീകരിക്കുന്നത്. അതൊരു പരാജയത്തിൻ്റെയോ ആഖിറം നഷ്ടപ്പെടുത്താനോ ഉള്ള മാർഗമാക്കരുത്. 10ാമത്തെ സ്വഭാവം പറഞ്ഞപ്പോൾ ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറ്റവും മൂർച്ചയുള്ളത് ആ 10 10ാമത്തതാണ്. അതാണ് ശരിക്ക് തലവൻ. വറസുഹുന്നൽ ഹയാ. ആ 10 മുന്തി നിൽക്കുന്നത് അൽ ഹയാ, ഹയാ ആണ്. നാണം എന്ന് പറയാറില്ലേ? ആ നാണം വേണം. മറയില്ലാതെ നടക്കുന്നത് നാണമില്ലാത്തത് കൊണ്ടാണ്, വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല. പറ്റാത്ത വാക്കുകൾ എഴുതി വിടുന്നത് ഹയാ ഇല്ലാത്തത് കൊണ്ടാണ്. പറ്റാത്ത സ്ഥലങ്ങളിൽ തമ്പടിച്ച് നിൽക്കുന്നത്, നോക്കിപ്പാർക്കുന്നത് ഹയാ ഇല്ലാത്തത് കൊണ്ടാണ്. ഹയാ ഉണ്ടോ? ആ ഹയാ ഉള്ളവന് ഈമാനുണ്ട്. അൽ ഹയാ ലാ യഅതി ഇല്ലാ ബിഖൈർ. ഹയാ നന്മയല്ലാതെ കൊണ്ടുവരൂല. ഇസ്ലാമിൻ്റെ ഏറ്റവും മികച്ച സ്വഭാവം ഹയാ ആണ്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അൽ ഹയാ, ഹയാ ആണ്. അത് വേണം. ഉപ്പമാരെ പറയട്ടെ, 3 കുട്ടികളും 4 കുട്ടികളുമായ ബാപ്പമാര്, അതേ ഔറത്ത് വെളിവാക്കുന്ന രീതിയിൽ നിക്കറിട്ട് നടക്കുന്നത്, വീട്ടിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഒരാൾ വന്ന് കാളിംഗ് ബെല്ലമർത്തുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കാനും അതേ നിക്കറിട്ട് വരുന്നത് ഹയാഇൻ്റെ കുറവാണ്. വന്ന ആൾക്ക് തോന്നിപ്പോയി നേരത്തെ വരണ്ടില്ലായിരുന്നു. പെണ്ണുങ്ങൾ മാത്രമല്ല നേരത്തെ വന്നാലും അത് കാണില്ലായിരുന്നു. അങ്ങനെ മൂപ്പരിപ്പോഴും ഒരു 12 വയസ്സല്ലേ 10 വയസ്സുള്ള ആളെ പോലെ ചെറിയ നിക്കർ വിട്ട് വന്ന് വാതിൽ തുറന്നു കൊടുക്കും. വാതിൽ തുറന്ന ഒരാൾ, അയാൾക്ക് 4 മക്കളുണ്ട്, മൂത്ത കുട്ടീൻ്റെ കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കണ്ട, അയാളപ്പം ഈ നിക്കറിട്ട് വന്നിരിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. ഒരു നാണക്കേടാണത്, മോശപ്പെട്ടൊരു സ്വഭാവമാണ്. ആ ശൈലി സ്വീകരിക്കരുത്. ഇതൊരു ഇടങ്ങേറ് പിടിച്ച സംഗതിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ഈ സമൂഹത്തിന് ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിച്ചത്. ഉമ്മമാരെ നല്ല ഹയാഓടുകൂടെ ജീവിക്കണം. നിങ്ങൾക്ക് വേണ്ട ഹയാ ആരെ ഹയാ ആണെന്നറിയോ? ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളുടെ ഹയാ. ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ 2 മക്കളുടെ ഹയാ ഖുർആൻ എടുത്തു പറഞ്ഞ ചരിത്രമാണ്. വെള്ളം കോരാൻ വേണ്ടി വന്ന 2 മക്കൾ ആണുങ്ങൾക്കിടയിൽ തിരക്ക് കൂട്ടാതെ, നമ്മളെ നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് മനുഷ്യത്വമുണ്ട്, അവകാശമുണ്ട്, പൗരത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരക്കി വരും. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാർ, എന്ത് പൗരന്മാർ, എന്നിട്ട് വന്നിട്ടാണ് തിരക്കും. ഈ 2 പെൺകുട്ടികളും ഒരു മതിലിലേക്ക്, ഒരു ചുമരിലേക്ക്, ഒരു മരത്തിലേക്ക് ചാരി നിന്ന് മറവോടെ നിൽക്കുന്നത് ദൂരെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം കണ്ടപ്പോൾ, 2 പെണ്ണുങ്ങളാണല്ലോ, അമ്രത്താനി തദൂദാനി മാറി നിൽക്കുന്നത്. ഈ ആണുങ്ങളൊക്കെ വെള്ളം മുക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് തിരക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറി നിൽക്കി ഞങ്ങൾ മുക്കട്ടെ എന്ന് പറയാനോ നിൽക്കാതെ അവരടുത്തു പോയി ചോദിച്ചു, മാ ഖത്ബുക്കുമാ, എന്താ നിങ്ങളെ കാര്യം? അവര് പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യുസ്ദിറദ്ദിആ വഅബൂനാ ശൈഖുൻ കബീർ. ആട്ടിടയന്മാർ വെള്ളം മുക്കിപ്പോയിട്ടല്ലാതെ ഞങ്ങൾ വെള്ളം മുക്കാറില്ല. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾക്ക് സഹോദരങ്ങളൊന്നുമില്ല, ആകൊരു വാപ്പയാണ്. വാപ്പക്ക് വെള്ളം മുക്കി കൊണ്ടുപോകാൻ ഇപ്പം കഴിയില്ല. ശൈഖുൻ കബീർ, വയസ്സായിട്ടുണ്ട്, പ്രായം കൂടുതലായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ആ 2 പെൺകുട്ടികളുടെയും ഹയാ കണ്ടപ്പോൾ പാനപാത്രങ്ങൾ വാങ്ങിയിട്ട് വെള്ളം മുക്കി നിറച്ചു കൊടുത്തു. നേരത്തെ അവർ വീട്ടിലെത്തിയപ്പോൾ ഉപ്പ ചോദിച്ചു, അല്ല മക്കളെ, ഇന്ന് നേരത്തെ എത്തിയല്ലോ, സാധാരണ ഇത്ര നേരത്തെ എത്താറില്ലല്ലോ. ആ സമയത്ത് മക്കൾ പറഞ്ഞു, നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വന്നു, ഞങ്ങളെ പാനപാത്രങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾക്ക് വെള്ളം മുക്കി തന്നു, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞങ്ങൾക്ക് വെള്ളം മുക്കി തന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വന്നു. ഉപ്പ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ പോയി ഒരാൾ വിളിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഒരു പെണ്ണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഫജാഅത്തുഹു ഇഹ്ദാഹുമാ തംശീ അലസ്തിഹിയാ, ആർജവത്വത്തോടെ 2 കൈയും വീശിയല്ലേ വരുന്നത്. നാണത്തോടെ ഒരു പെണ്ണ് വരും പോലെ വരുന്നു.
ഇസ്തിഹ്യാഇൻ ഹയാഓടുകൂടെ നടന്നു വന്ന് പതുക്കെ വന്നിട്ട് പറഞ്ഞു, ഇന്നാ ബി യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, വെള്ളം മുക്കിത്തന്നതിന് കൂലി തരാൻ എൻ്റെ ഉപ്പ നിങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, നിന്റെ വീട്ടിലേക്കുള്ള വഴി അറിയില്ലല്ലോ, അതുകൊണ്ട് നീ മുന്നിൽ നടക്കണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പിറകിൽ നടക്കുന്നു. ആ പെണ്ണ് മുന്നോട്ട് നടന്നപ്പോ കാറ്റടിച്ചിട്ട് കാലിൻ്റെ ഞെരിയാണിയുടെ ഭാഗം വെളിവായപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിൽക്കുമോളെ, നീ പിറകിൽ നടന്നാൽ മതി, മുന്നിൽ നടക്കേണ്ടതില്ല. ആണുങ്ങൾക്കും ഹയാ വേണം. ഏതായാലും കാണാൻ പറ്റിയല്ലോ, ഒന്നുകൂടി കാണുകയെന്നല്ല, കാണൽ അവിചാരിതമായി വന്നപ്പോ ഈമാനുള്ളവർ ഹയാഓടെ പെരുമാറണം. ഉണ്ടല്ലേ, ഒന്നും ഒച്ചുണ്ടാക്കല്ലേ, ഒന്നുകൂടി നല്ലോണം കാണട്ടെ എന്ന് പറഞ്ഞതല്ല. പിറകോട്ട് നിൽക്കുമോളെ, ഞാൻ മുന്നിൽ നടക്കാം. വഴി തെറ്റിയാൽ ഒരു കല്ലെടുത്തിട്ട് പോകേണ്ട മാർഗത്തിലേക്ക് നീ എറിയണം, ഞാൻ റൂട്ട് അങ്ങോട്ട് മാറ്റിക്കൊള്ളാം. സംസാരിക്കുന്നില്ല. രണ്ടുപേരും അങ്ങനെ പോവുകയാണ്. വീട്ടിലെത്തിയപ്പോ ആ മോള് ഉപ്പയോട് പറഞ്ഞു, ഇന്ന ഖൈറ മനിസ്തജർതൽ ഖവിയുൽ അമീൻ, നിങ്ങൾ കൂലി ആവശ്യപ്പെടുന്ന ഈ മഹാനുണ്ടല്ലോ, വിശ്വസ്തനാണ് ഉപ്പാ. എങ്ങനെ മനസ്സിലായി? എങ്ങനെ മോളെ മനസ്സിലായി? കാറ്റടിച്ചപ്പോ എൻ്റെ കാലിൻ്റെ ഞെരിയാണിയുടെ ഭാഗം വെളിവാകുന്നത് കണ്ടപ്പോ എന്നെ പിറകോട്ട് നിർത്തി പിറകിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞു. അത് അമാനത്ത് കൊണ്ടാണ്, ഹയാ കൊണ്ടാണ്. നല്ല വിശ്വസ്തത, നല്ല ഈമാൻ അദ്ദേഹത്തിനുണ്ട്. ഞങ്ങൾക്ക് ആ കാണുന്ന ആട്ടിടയന്മാർക്കിടയിൽ, പതുക്കൾക്കിടയിൽ അവരിൽ നിന്ന് പാത്രം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് വെള്ളം കോരി പെട്ടെന്ന് മുക്കിത്തന്നല്ലോ. നല്ല കൂവത്തുള്ള, നല്ല ശക്തിയുള്ള മനുഷ്യനുമാണ്. രണ്ടും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴല്ലേ ശുഐബ് നബി അലൈഹിസ്സലാം കൂലിയായിട്ട്, എൻ്റെ മക്കളാണിത്, എൻ്റെ മക്കളിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളിൽ അമാനത്തുണ്ട്, അവരെ നോക്കാനും പരിരക്ഷിക്കാനുമുള്ള കഴിവുണ്ട്. അങ്ങനെ ഹയാഓടെ ജീവിച്ച ആ പെൺകുട്ടി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ 10 വർഷം അവിടെ ജീവിച്ച് 10 വർഷം കഴിഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം സഫൂറ ബീവിയെയും കൊണ്ട് മടങ്ങുമ്പോൾ വഴി അറിയാതെയായപ്പോൾ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, ഞാൻ അവിടെ പോയി വരാം എന്ന് പറഞ്ഞ് ആ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ച് നിർദ്ദേശം നൽകി ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ സൈനബ ബീവിയെ ഇവിടെ ഒരു വഴിയിൽ നിർത്തിയിട്ടാ പോയത്. നിർത്തിയിട്ട് പിന്നെ നേരെ ഫിർഔൻ്റെ അടുത്തേക്കാണ് പോയത്. അള്ളാഹു അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ സൈനബ ബീവി അതേ വഴിയിൽ 12 വർഷം താമസിച്ചു, യാതൊരാളും വേട്ടയാടപ്പെടാതെ. അതെന്താ കാരണം? അതവരുടെ ഈമാനിൻ്റെയും ഹയാഇൻ്റെയും സൗന്ദര്യമാണ്, സന്തോഷമാണ്. ഞാൻ ആ ചരിത്രം നീട്ടി പറയല്ല. 10 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅസുഹുന്നൽ ഹയാ, 10 സ്വഭാവങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്, തലവനായി നിൽക്കുന്നത് ഹയാ ആണ്. ഔറത്ത് വെളിവാകുന്ന ഒരു ഭാഗവും ബാപ്പയും ഉമ്മയും മക്കളെ മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കണം. അത് ഹയാഇൻ്റെ ഒരു ഭാഗമാണ്. മക്കൾക്കും ഹയാ നന്നായി പഠിപ്പിക്കണം. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹയാ നന്നായി പഠിപ്പിക്കണം. അവരെ സംസാരത്തിലും സഹവർത്തിത്വത്തിലും സമ്പർക്കത്തിലൊക്കെ നല്ല ഹയാ വേണം. അവരെ ബഹുമാനിക്കുന്ന രൂപത്തിലുള്ള ഹയാ ഉണ്ടാക്കി തീർക്കണം. ഒരു ഫ്രണ്ട്സായിട്ടല്ല മാറ്റേണ്ടത് കുട്ടികളെ, അങ്ങനെ പലരും മാറ്റുന്നത്. മൂത്ത ആളും താഴെയുള്ള ആളും ഫ്രണ്ട്സായിട്ടല്ല മാറേണ്ടത്. പിന്നെയോ ബഹുമാനിക്കേണ്ട തരത്തിലുള്ള ഒരു ഹയാ അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് പഴയകാലത്ത് ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയത്. ഹസൻ ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ചരിത്രം നോക്ക് നിങ്ങൾ. ഒരാൾ മറ്റൊരാളെ മുന്നിൽ 10 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ ആ മോനെപ്പറ്റി ഇളയ മോനോട് ഉമ്മാൻ്റെ വർത്തമാനം, മോനെ നിന്റെ മുന്നിൽ ദുന്യാവ് കണ്ട ആളല്ലേ, അതുകൊണ്ട് നീ നല്ല ബഹുമാനം കൊടുക്കണം. ജനങ്ങൾ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ആ ജ്യേഷ്ഠൻ്റെ മുന്നിലൂടെ ഒരിക്കൽ പോലും അനിയൻ നടക്കുന്നത് കണ്ടിട്ടില്ല, ഒരുമിച്ച് നടക്കുന്നതും കണ്ടിട്ടില്ല. ഇപ്പം മക്കളൊക്കെ ഫ്രണ്ട്സായി മാറിക്കുക. ഫ്രണ്ട്സായിട്ടല്ല വാപ്പമാർ മക്കളെ വളർത്തേണ്ടത്. ആ പരിഗണിക്കേണ്ട ബഹുമാന തലങ്ങൾ പരിഗണിച്ചുകൊണ്ട് വളർത്തണം. ഒരാൾ മറ്റൊരാൾ പേര് വിളിക്കുമ്പോൾ മൂത്ത ആളെ പേര് താഴെയുള്ള ആൾ വിളിക്കുമ്പോൾ പേര് വിളിക്കരുത്. നീ നിന്റെ ഇക്കാക്കാന്ന് വിളിക്കണം. അതേ രൂപത്തിലുള്ള പേര് വിളിക്കണം, സൗന്ദര്യത്തിലുള്ള പേര് വിളിക്കണം, കാക്കാന്ന് വിളിക്കണം.
മൂത്ത ആൾ അതിന് ബഹുമാനിച്ചുകൊണ്ട് വിളിക്കണം, അല്ലാതെ വിളിക്കാനാക്കരുത്. എങ്ങാനും എടാന്നുള്ളൊരു വാക്ക് വിളിച്ചു കേട്ടാൽ ബാപ്പ ശകാരിക്കണം, ഉമ്മ ശകാരിക്കണം, ആ വാക്കിന് മേലാലുണ്ടാകരുത് എന്ന് പറയണം. അങ്ങനെയാണ് അവരിൽ ബഹുമാനം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇങ്ങനെയുള്ള ആ മഹത്വങ്ങളൊക്കെ ഒരുമിച്ചുകൂടി ആളുകൾ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, അവർ കുടിക്കും നാൾ ആഖിറത്തിൽ സ്വർഗത്തിൽ മിൻ കഅസിൻ, ആ നിറഞ്ഞ കോപ്പയിൽ നിന്ന്, കാന മിസാജുഹാ കാഫൂറ, അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഹംറിലേക്ക് ചേർക്കാൻ കൂട്ടിക്കലർത്താൻ അള്ളാഹു കൊടുക്കുന്നത് കാഫൂറാണ്. കാഫൂർ മാ ഉൻ നബിയൽ, കർപ്പൂരത്തിൻ്റെ നല്ല വാസനയും, ദുനിയാവിലെ കർപ്പൂരല്ല കേട്ടോ, സ്വർഗത്തിലെ നല്ല വാസനയും നല്ല വെണ്മയും ഉള്ള ജലം, അത് കൂട്ടിക്കലർത്തിയിട്ട് നല്ലവണ്ണം അവർ കുടിക്കും. യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ, അള്ളാഹുവിൻ്റെ അടിമകൾ അത് കുടിക്കും. എവിടെ കുടിക്കും? എവിടെ പോയി അവർ ഉദ്ദേശിക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ ആ ഭാഗങ്ങളിലേക്കൊക്കെ നദി അങ്ങനെ ഒഴുകി വരും. ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ സ്വർഗീയസ്ഥരായ ആളുകൾ ഉദ്ദേശിക്കുന്നു ആ കാഫൂർ നദി ഒന്ന് ഇങ്ങോട്ട് ഒലിച്ചു വരട്ടെ, ഉദ്ദേശിക്കുമ്പോഴേക്ക് അങ്ങോട്ട് ഒഴുകി വരും. കുടിക്കാനുള്ള പാനപാത്രങ്ങളൊക്കെ അതിലുണ്ടാകും. എത്ര പാനപാത്രങ്ങൾ ഉപയോഗിച്ചാലും തീർന്നു പോകില്ല. സന്തോഷത്തോടെ അവർ കുടിക്കും. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, ദുനിയാവിൽ അവർ നിർവഹിച്ചതെന്താണെന്നറിയോ? യൂഫൂന ബിന്നദർ, നേർച്ച പൂർത്തിയാക്കിയവരാണ്. ഏത് നേർച്ച അവർ ചെയ്താലും അവർ പൂർത്തിയാക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നേർച്ചയും അടിമകൾക്കുള്ള നേർച്ചയും എന്താണോ അവർ നേർച്ചയാക്കുന്നത് ആ നേർച്ച പൂർത്തിയാക്കും. നേർച്ച എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതൊരു ഇബാദത്താണ്. അതേ നാവുകൊണ്ട് പലപ്പോഴും പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റെടുക്കാൻ കഴിയുന്ന നല്ല നേർച്ചകൾ പ്രഖ്യാപിക്കണം. നല്ല നേർച്ചകൾ പ്രഖ്യാപിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, അത് പൂർത്തിയാക്കി വീട്ടുകയും വേണം. നേർച്ച പൂർത്തിയാക്കി വീട്ടുന്നത് അള്ളാഹുവിനോടുള്ളൊരു കടപ്പാടും കൂടിയാണ്. മന്നദറ അൻ യുതിഅ ലില്ലാഹ്, അള്ളാഹുവിന് വഴിപ്പെടാനുള്ള നേർച്ചയാണ് ഒരാൾ നേർച്ചയാക്കുന്നതെങ്കിൽ അവൻ അത് പൂർത്തിയാക്കട്ടെ, അനുസരിക്കട്ടെ. അള്ളാഹുവിന് എതിര് ചെയ്യാനുള്ള നേർച്ചയാണോ നേർച്ചയാക്കുന്നത്, ആ എതിര് പ്രവർത്തിക്കരുത്. വെയിൽ കൊള്ളാൻ വേണ്ടി നേർച്ചയാക്കിയിട്ട് ഒരാൾ വെയിലത്തങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് അയാളെങ്ങനെ വെയിൽ കൊള്ളുന്നത്? വെയിൽ കൊള്ളാൻ നേർച്ചയാക്കിയിട്ടുണ്ട് നബിയെ, അത് വേണ്ടാന്ന് പറയണം, ആ നേർച്ച വേണ്ടാന്ന് പറയണം. നേർച്ച പൂർത്തിയാക്കാൻ കഴിയാത്ത രൂപത്തിൽ വന്നാലോ കഫാറത്ത് കൊടുക്കണം. പ്രായശ്ചിത്തം എന്ന് പറയുന്ന കഫാറത്ത് എന്നൊരു ബാധ്യത വരും. ഇരിക്കട്ടെ, നേർച്ചയാക്കിയ നേർച്ച പൂർത്തിയാക്കണം. ചെറിയ നേർച്ചയാണെങ്കിലും വലിയ നേർച്ചയാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നേർച്ചകൾക്കൊക്കെ വലിയ പുണ്യമുണ്ട്. അതും ആ നേർച്ച പൂർത്തിയാക്കുന്നതും മഹാന്മാരുടെ സ്വഭാവമാണ്. നല്ല സ്വഭാവമായിട്ട് അല്ലാഹു തആല പറഞ്ഞതാണ്, വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, അവർ ഒരു ദിവസം പേടിക്കുന്നു. ആ മഹാന്മാരെ മനസ്സിൽ ഭക്തിയുണ്ട്, ഖൗഫുണ്ട്. വെറുതെ മഹാന്മാരായതല്ല, നേരത്തെ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉള്ളതോടൊപ്പം ഖൗഫും ഉണ്ട്. എന്താണ് ഖൗഫ്? യൗമൻ, ഒരു ദിവസം, ആ ദിവസത്തിൻ്റെ വിപത്ത് കാന ശർറുഹു മുസ്തതീറാ, വ്യാപകമാണ്. അതിൻ്റെ ഇടങ്ങേറ്, അതിൻ്റെ വിപത്ത് വ്യാപകമാണ്. ആർക്കും അറിയാതിരിക്കില്ല, എല്ലാവർക്കും അറിയും. അന്നത്തെ ക്ഷീണവും അന്നത്തെ ബുദ്ധിമുട്ടും അന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന സാഹസികതയും. മഹ്ശറിലേക്ക് ആളുകൾ പോയി നിൽക്കുമ്പോൾ തന്നെ എത്രമാത്രം വലിയ സാഹസികതയാണ്. പിന്നെ അവിടെ നിന്നൊരു രക്ഷ ലഭിക്കാൻ തണൽ ലഭിക്കണ്ടേ? ആ തണൽ ലഭിക്കാനും മറ്റു മാർഗങ്ങളിലേക്കൊക്കെ തിരിയാനും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തോടുകൂടെ കാര്യം ആരംഭിക്കണ്ടേ? എല്ലാവരും പ്രയാസം അനുഭവിക്കുന്നൊരു ദിവസം എന്ന് പറയുന്നൊരു ദിവസം അതാണ്. പ്രതിസന്ധി അനുഭവിക്കുന്നൊരു ദിവസമാണത്. അതെ, ആ ദിവസത്തെക്കുറിച്ചൊരു ഭയം ദുനിയാവിൽ ജീവിക്കുന്ന ജീവിതത്തിലുണ്ട്. യുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ, അവർ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും. സ്വന്തം കടിക്കാൻ താല്പര്യമുള്ളതോടുകൂടെ തന്നെ മിസ്കീനൻ, നാട്ടിൽ ഭക്ഷണം കൊടുക്കാൻ മുന്തിയ പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് അഗതികൾ. മിസ്കീന്മാർ അവർ നാട്ടിൽ ധാരാളം ഉണ്ടാകും. ഒരു പക്ഷേ അവരെ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും.
ഖുർആൻ പറഞ്ഞില്ലേ, യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിനത് തഅഫുഫ്. ഒന്നും ആരോടും ചോദിക്കുന്നില്ല എന്ന് കരുതിയിട്ട് മറ്റുള്ളവർ വിചാരിക്കും അത്യാവശ്യം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ചോദിക്കാത്ത. ഇതിലൊക്കെ ആവശ്യമുണ്ടേ പറയണ്ടേ അല്ലേ? പക്ഷെ ചോദിക്കാനുള്ള ഒരു പ്രയാസം കൊണ്ട് ചോദിക്കാതിരിക്കണം. ഇല്ല, ആള് വളരെ പാവപ്പെട്ട സാധുവായ മനുഷ്യനാണ്. ആരിഫുഹും ബിസീമാഹും ലാ യസ്അലൂനന്നാസ ഇൽഹാഫാ. ജനങ്ങളോട് ആവശ്യങ്ങളൊന്നും നിർബന്ധിച്ച് കീർത്തിച്ച് അങ്ങനെ പറയൂല, വ്യക്തിപരമായ ആവശ്യമൊന്നും. അങ്ങനത്തെവരെ കണ്ടറിഞ്ഞു കൊടുക്കണം. അങ്ങനെ കണ്ടറിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വലിയ പുണ്യം ഉണ്ടാകും. മിസ്കീന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ദാനം ചെയ്യും, ഭക്ഷണം കൊടുക്കും. ഭക്ഷിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ വീട്ടിലൊരു ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പരിപാടി മറ്റൊക്കെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നാട്ടിൽ സെലക്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു വിഭാഗമാണ് മിസ്കീന്മാർ. മറ്റൊരു വിഭാഗം യതീമൻ, അനാഥകൾ. പരിരക്ഷിക്കാൻ ആളുണ്ടെങ്കിലും ഒരു സങ്കടമല്ലേ അനാഥയെ സംബന്ധിച്ച്. നോക്കാനുള്ള ഉപ്പ നേരത്തെ വിടവാങ്ങിയ ആളല്ലേ. ആ ചെറിയ മക്കൾക്ക് എപ്പോഴും ഒരു സന്തോഷം നൽകുന്നത് അള്ളാഹുവിന് വലിയ തൃപ്തിയുള്ള ഇഷ്ടമുള്ള കാര്യമാണ്. യതീമിനെ പരിരക്ഷിക്കുന്നത് വഅസീറാ. ജനങ്ങൾക്കിടയിൽ തടവുകാരനെ പോലെ ജീവിക്കുന്ന ആളുണ്ട്. ജയിൽ പുള്ളിയെ പറ്റിയല്ല പറഞ്ഞത്, ജയിൽ പുള്ളിയെ പറ്റിയും ആ വിഷയം, ആ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസീറുക ഗരീമുക്. അസീർ ആരാന്നറിയോ? കടക്കാരനാണ്. കടക്കാരനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ, അവൻ അസീറാണ്, ബന്ധിതനാണ്. വീട് വിട്ട് പുറത്തിറങ്ങാൻ മനസ്സിന് സന്തോഷം വരൂല. പുറത്തിറങ്ങിയാൽ കടബാധ്യതയുള്ള ആൾ വന്ന് ചോദിക്കും, അല്ലെങ്കിൽ കാണുമ്പോൾ ഒന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ കൊടുക്കണം എന്ന അർത്ഥത്തിലല്ലേ ആ നോക്കുന്നത്. ഇറങ്ങാൻ തന്നെ വലിയ പ്രയാസമായിട്ട് തടവുകാരനെ പോലെ ജീവിക്കുന്ന ആള്, ആ പ്രയാസപ്പെടുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇളവ് ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ തരേണ്ടതിന് വീണ്ടും താമസം ചെയ്തു കൊടുത്തു, എനിക്ക് തരാനുള്ളത് കൊണ്ട് നീ പ്രയാസമാകണ്ട, ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. മൻ അൻദറ മുഅ്സിറൻ, സാധുവിന് ഒരാൾ താമസം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ വലഅലഹു, അവന് കുറച്ചു കൊടുത്തു. 10,000 എന്നെ കൊണ്ട് തരാൻ കഴിയൂല, ആവശ്യത്തിന് നീ വാങ്ങിയതല്ലേ, നീ അതിൻ്റെ പകുതി തന്നാൽ മതി. ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു പെരുന്നാളിൻ്റെ സന്തോഷം, പകുതി എനിക്ക് കുറച്ച് തന്നല്ലോ എന്ന നിലക്ക് ആ കുറച്ചു കൊടുത്തവനും കാലാവധി നീട്ടിക്കൊടുത്തവനും അളല്ലഹുല്ലാഹു തഹത ളില്ലി അർശിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം അർശിൻ്റെ ചുവട്ടിൽ അല്ലാഹു തആല തണൽ വിരിച്ചു കൊടുക്കും, വലിയ സന്തോഷം കൊടുക്കും. പിന്നെയോ ആ ബന്ദികളെ കൂട്ടത്തിൽ എണ്ണിയവരാണ് നമ്മുടെ ഇണകളായ ഭാര്യമാര്. നമ്മളോടൊപ്പം കഴിയുന്നവരാണ്, അവരോടൊപ്പം നമ്മളും കഴിയുന്നവരാണ്. അവരും ഒരു കണക്കിന് ഒരു തടവുകാരെ പോലെ നമുക്ക് ഖിദ്മത്തെടുത്ത് നമ്മെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ്. അവർക്കും കൊടുക്കണം വലിയ സഹായം. ഇത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നഹുന്ന അവാനിൻ ഇൻദകും. നിങ്ങളടുക്കൽ അവർ ബന്ദികളാണല്ലോ, അവരെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ അതും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളെ ഇഖ്ലാസു അല്ലാത്ത ഇഖ്ലാസാണ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ. ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുന്ന വിചാരമാണത്, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറാ. ഒരു പ്രത്യുപകാരം നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല, നന്ദി വാക്കും ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷവും തൃപ്തിയുമാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. ഈ ആയത്ത് ഓതിയിട്ട് പല സംഭവങ്ങളും ഈ ആയത്തിൻ്റെ പിന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ പറ്റിയും അലി റളിയല്ലാഹുവിനെയും അവരെ കുടുംബത്തെയും 5 അംഗങ്ങളെ അല്ലെങ്കിൽ 6 അംഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കഥ നീട്ടിപ്പറയാറുണ്ട് ചിലരൊക്കെ. അത് ശരിയല്ല. ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിന് പറഞ്ഞു, കെട്ടിച്ചമച്ചു ഉണ്ടാക്കിയ കഥയാണ്. അതിന് കുറേ ബെയ്ത്തൊക്കെ ഉണ്ട്, തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. ആ ബെയ്ത്തൊക്കെ കണ്ട് പാടിയ 2 ദിവസത്തെ വേദന ഉണ്ടാവും ഒന്നായിട്ടത്. ഓരോ ദിവസവും ഓരോ മോഡൽ ബെയ്ത്താണ്. ഒരു ദിവസം യത്തീം വന്നു, അങ്ങനെ ഉണ്ടാക്കിയതൊക്കെ കൊടുത്തു. ബാക്കിയുള്ളവർ വിശന്നിട്ട് ഇങ്ങനെ ഹാ എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഇങ്ങനെ വന്നു കൊടുത്തു.
ആ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കല. ആദ്യം ആശ്രിതരായ ആളുകൾക്ക് സന്തോഷിപ്പിച്ച് കൊടുത്തിട്ടല്ലേ ബാക്കിയുള്ള ആൾക്കാർ കൊടുക്കണ്ടേ? അതിപ്പോൾ അലി റളിയല്ലാഹു അറിയില്ലേ? ഇമാം ഖുർത്തുബി റളിയല്ലാഹു ആ സംഭവം അങ്ങനെ പറഞ്ഞ് അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഇത് ജയിൽ തടവുകാരായ ആൾക്കാർ നേരം പോക്കിന് വേണ്ടി എഴുതിണ്ടാക്കിയൊരു കഥയാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു നിശാക്കഥ. ജയിലിങ്ങനെ നേരം പോകണ്ടേ, ഇപ്പോഴൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ടെങ്കിലും നേരം പോകുന്നൊക്കെ. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടി ഒരു കഥ ഇങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ രൂപത്തിലുള്ളൊരു കഥയാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ പറഞ്ഞാൽ മതി. ഇതേ രൂപത്തിൽ അവർ വിശന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് മരിക്കാൻ പോകുന്ന രൂപത്തിലായി. അപ്പോഴൊക്കെ നിങ്ങൾ വിശന്നിട്ട് കാര്യമില്ല, അള്ളാഹുത്തല എങ്ങനെ കൊടുക്കാൻ പറഞ്ഞാണ്, ഇവരെങ്ങനെ വിഷമിപ്പിച്ചാണ് അവിടെ കൊടുക്കണം, ഇങ്ങോട്ട് കൊടുത്താലും കൂലി കിട്ടൂലേ? പുറത്തുനിന്ന് ഒരാൾ കൊടുത്തെങ്കിൽ മാത്രമേ കൂലി കിട്ടുള്ളൂ, അകത്തുള്ള ആൾ കൊടുത്താലും കൂലി കിട്ടൂലേ? കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആദ്യം കൊടുക്കാൻ ആർക്കാ പറഞ്ഞത്? വബദ ബിമൻ തഊൽ, ആശ്രിതരെ കൊണ്ട് തുടങ്ങണം എന്നല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അവരെ എത്തിയമാക്കി പട്ടിണിയാക്കി ബാക്കിയുള്ളവർ കൊടുക്കണമെന്നോ? അങ്ങനല്ലല്ലോ. അപ്പൊ മറ്റുള്ളവരെ പരിഗണിച്ചിട്ട് ചില റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മഹാന്മാരായ ആളുകളുടെ സ്വഭാവമാണിത്, അവരെ ശൈലിയാണിത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ തനിക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് 1 or 2 പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മിച്ചം വന്നാൽ അത് അപ്പം തന്നെ എടുത്തു കൊടുക്കും. ആയിഷ റളിയല്ലാഹുവിൻ്റെ സ്വഭാവമാണത്. അത് ഒരു തവണയല്ല, പലതവണയും അങ്ങനെ സ്വതക്ക കൊടുത്തിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ വീട്ടിൽ വന്ന ഒരു മിസ്കീനായ ആൾ വന്ന് ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അൻസാറുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഹദിയ കൊണ്ടുവന്ന് കൊടുത്തതിൽ ഒരു മിസ്കീന് കൊടുത്തു, ഒരു യതീമിന് കൊടുത്തു, തടവറയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് കൊടുത്തു എന്നൊക്കെ ഹദീസുകൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ വിഭാഗം ആളുകളെ പ്രത്യേകം പരിഗണിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ച്, പരലോകത്തെ വിജയം ഉദ്ദേശിച്ച്, ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, ഞങ്ങൾ പേടിക്കുന്നത്, റബ്ബിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് യൗമൻ അബൂസൻ, മുഖം ചുളിയുന്നൊരു ദിവസം. സന്തോഷത്തോടെ നോക്കാൻ കഴിയണ്ടേ ഒന്ന്? അബൂസൻ ഖംതരീറാ, വല്ലാത്ത ചുളിവ്. മുഖത്തിൻ്റെ മേലെ കാർമേഘം വന്ന് വീണാളെ കാർമേഘം പിന്നെ നീങ്ങിപ്പോകൂല. കരിവാളിച്ച മുഖങ്ങളൊക്കെ അത്രയും ഭയപ്പാടിലാ നിൽക്കുന്നത്. മുഖം കരിവാളിച്ച് കറുത്തു പോകുന്ന ഒരു ദിനമുണ്ട്. പലർക്കും അങ്ങനെ ഒരു സംഭവം സംഭവിക്കും. പ്രകാശിക്കുന്ന തലത്തിലുള്ളവരും ഒരു ഭാഗത്തുണ്ടാകും. വല്ലാത്തൊരു ദിനമാണ് ആ ദിനം. ആ ദിനത്തെ പേടിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ സഹായങ്ങളും മറ്റുമൊക്കെ കൊടുക്കുന്നത് എന്ന് മഹാന്മാരായ ആളുകൾ ആ സമയത്ത് പറയുന്ന ഒന്നാണ്. അതവരെ ഇഖ്ലാസിൻ്റെ ഭാഗമാണ്. ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും സൽപ്പേര് ലഭിക്കാനോ മറ്റോ അല്ല. എന്തെങ്കിലും സ്വതക്ക കൊടുത്തതിൻ്റെ പേരിൽ ആരെങ്കിലും ഒന്ന് ദുആ ചെയ്ത് കൊടുത്താൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ തിരിച്ചും ദുആ ചെയ്യും. എന്തിനാണ് അങ്ങനെ ദ്വാർക്കുന്നത് എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറാ എന്നല്ലേ മഹാന്മാര് ദാനം ചെയ്യുന്നവർ പറയാറുള്ളത്. ഞാനങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ ഒരു ദുആ ഇങ്ങനെ കിട്ടുമ്പോൾ കൊടുത്ത പ്രതിഫലം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിലക്കാണ് തിരിച്ചും ദുആ ചെയ്തത് എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. സഹോദരങ്ങളെ, നല്ല മനസ്ഥിതിയോടെ നല്ല ഇഖ്ലാസോടെ പാവപ്പെട്ടവരെ സേവിക്കുന്ന കാര്യവും അല്ലാഹു തആല പഠിപ്പിച്ച നല്ല സ്വഭാവങ്ങളും ഗുണങ്ങളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് അൽ അബ്റാർ മഹത്തുക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാകാനും നമ്മൾ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.